അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിറദ്വാനില്ലാഹി അമ്മാ ബഅദ്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഉസ്താദുമാർ, മഹല്ല് ഭാരവാഹികൾ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി തഖ്വയോടെ ജീവിച്ച് തഖ്വയോടെ മരണപ്പെടാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ അഭിനന്ദനാർഹമായ ഒരു ചുവടുവെപ്പാണ് നമ്മുടെ ഈ മഹല്ല് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. നാടിൻ്റെ ഭാവി, ഒരു സമൂഹത്തിൻ്റെ ഗതി ഒക്കെ നിർണ്ണയിക്കുന്നത് അതതു കാലത്തെ യുവാക്കളാണ്. അവരെ പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് കാലാനുസൃതമായി പറയേണ്ട ചില അനിവാര്യ വർത്തമാനങ്ങൾ സെഷനുകളായി നിശ്ചയിച്ച് മഹല്ല് സംവിധാനവും കൂട്ടായ്മകളും ചേർന്നു നിന്ന് ഇങ്ങനൊരു പരിപാടി വെച്ചത് ആദ്യമായി അതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ജീവിതം, ലൈഫ്, എപ്പോഴും സന്തോഷമുണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം. എന്തിന് ജോലി ചെയ്യുന്നു, എന്തിന് സമ്പാദിക്കുന്നു, എന്തിന് പഠിക്കുന്നു, എന്തിന് ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ എന്തിന് എന്ന എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഒരു സുഖം, ഒരു സന്തോഷം, അതായിരിക്കും ഉണ്ടാവുക. അതേസമയം ഈ സന്തോഷങ്ങളെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നത് കപ്പയായിരുന്നു. കപ്പ കുറച്ചൊക്കെ സാമ്പത്തിക നിലവാരം ഉണ്ടായി തുടങ്ങിയപ്പോൾ അത് കഞ്ഞിയിലേക്ക് ചേഞ്ചായി. പിന്നെ ഉച്ചഭക്ഷണം അത് തന്നെ ആവാൻ ശ്രമിച്ചു. പിന്നെ അത് ചോറായി. നമ്മൾ ഡയലോഗ് ചിലപ്പം പറയും, വെറും ചോറ് എത്ര കഴിച്ചാലും മതിയാവില്ല, മടുക്കൂല എന്നൊക്കെ പറയും. അതേസമയത്ത് ഇന്ന് ഉച്ചഭക്ഷണത്തിന് വെറും ചോറ്, സാദാ ചോറും മന്തിയും വെച്ചാൽ നമ്മൾ പ്രിഫർ ചെയ്യൽ മന്തിയായിരിക്കും. അപ്പോൾ എല്ലാ രസത്തോടും ഒരു കാലത്ത് മടുപ്പ് വരും. അങ്ങനെയാണ് ലിയോപോൾഡ് വൈസ് ഈ മടുപ്പില്ലാത്ത സുഖം എപ്പോൾ കിട്ടുക എന്ന അന്വേഷണത്തിൽ അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന ആയത്തിൽ ആകർഷനായി മുഹമ്മദ് അസദായി ഇസ്ലാം സ്വീകരിച്ചത്. എന്തുകൊണ്ടാണ് യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും ഗ്രോത്ത് റിലീജിയൻ ഇസ്ലാമായി മാറുന്നത്? ഇസ്ലാം എല്ലാവരുടെയും പ്രശ്നത്തിൻ്റെ പരിഹാരം പറയുന്നു എന്നുള്ളത് കൂടിയാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ നാട്ടിലെ ലിബറലിസം വളരെ ലേറ്റായിട്ട് ഓടുന്ന ട്രെയിൻ ആയതുകൊണ്ടാണ് കുറേ കൂടി അതിലൊരു വളർച്ച പ്രാപിക്കാത്തത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പറയാൻ ശ്രമിക്കുന്ന ഒരു ആശയം എന്ത് എന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും ലക്ഷ്യമായിരിക്കുന്ന സുഖം, ഈ സുഖമൊക്കെ കുറഞ്ഞ സമയം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ സുഖം ഒരു മനുഷ്യന് കിട്ടുന്നത് ഫുഡ് കഴിക്കുമ്പോഴാണ്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴാണ് ശരിക്കും സുഖം ഉണ്ടാവുന്നത്? മന്തിയുടെ ചെമ്പ് കണ്ടാൽ സുഖമൊന്നും ഉണ്ടാവില്ല. ആ ഫുഡ് ഇങ്ങനെ മറിച്ചിട്ടത് കൊണ്ട് നമുക്ക് രസം ഉണ്ടായിക്കൊള്ളുന്നില്ല.
അത് പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ അല്ല ശരിക്കും രസം ഉണ്ടാവണം. അത് നമ്മൾ കയ്യിൽ പിടിക്കുമ്പോഴും അല്ല, അത് തിന്ന് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിൽ ഇറക്കുമതി ചെയ്യുമ്പോഴും അല്ല. പിന്നെ എപ്പോഴും സുഖം എന്ന് വെച്ചാൽ നാവിൽ വെക്കുന്ന സമയത്ത്. നാവിലിപ്പോഴും എത്ര ഉണ്ടാവുക? നാവിലിപ്പോൾ ഒരു ഫുഡ് കുറേ സമയം ഉണ്ടാവും? ഇല്ല, കുറഞ്ഞ സമയം. ഇതാണ് നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖത്തിൻ്റെ ടൈം ഡ്യൂറേഷൻ. അത് തന്നെ ഒരു 200 രൂപയുടെ ഐസ്ക്രീം, ഡാഫോഡിൽസോ ബട്ടർ സ്കോച്ചോ പുതിയ ഏതെങ്കിലും ആവട്ടെ, അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വൊമിറ്റ്, ഛർദി വന്നു, ഛർദിച്ചു, പിന്നെ നമ്മളത് കഴിക്കൂല. അത്രയും മോശമാണ് നമ്മൾ ഉള്ളു. മനുഷ്യൻ എന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ബീജത്തുള്ളിയാണ്. മരിച്ചാൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധമുള്ള കുടലിൻ്റെ ഉടമയായ ഡെഡ് ബോഡിയാണ്. ജീവിക്കുന്ന കാലത്ത് കാഷ്ടം, മൂത്രം, രക്തം, കഫം, ചലം, ഇതൊക്കെ പാടെ ഉള്ളൊരു സാധനമാണ് സംഭവം. ഇതിനെ കുറേ കോസ്മെറ്റിക്സും സൗന്ദര്യ വസ്തുക്കളൊക്കെ, വർദ്ധക വസ്തുക്കളൊക്കെ ചേർത്ത് വെച്ച് മിനുക്കുന്നു എന്നല്ലാതെ സംഗതി അങ്ങനെ പറയാൻ മാത്രം നമുക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഉറപ്പല്ലേ? കാര്യമായിട്ട് പറയത്തക്ക വിധത്തിൽ എന്താണിപ്പോൾ നമുക്കുള്ളത്? അപ്പോൾ ഇപ്പോൾ ഈ മനുഷ്യനെങ്ങനെയാണ് നന്മയുടെ ലോകത്തേക്ക് വരുന്നത് എന്ന് വെച്ചാൽ, മനുഷ്യനായാലും മൃഗമായാലും ജന്തുക്കൾ, ജീവികൾ എന്ന വിഷയത്തിൽ ദോനോ ബറാബർ ഹൈ. എന്താ പറയുക, ബോത്ത് ആർ സെയിം. ചില ജീവികളുടെ പിന്നെ ഫിസിക്കലി ബോഡി എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് 2 കിഡ്നി ഉണ്ട്. മനുഷ്യൻ്റെ അതേ വലിപ്പത്തിലുള്ള ആന്തരിക അവയവങ്ങളുള്ള ജീവികൾ ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത്. പിന്നെ എന്താണ് നമ്മളും പുലിയും, നമ്മളും സിംഹവും, നമ്മളും എലിയും, നമ്മളും മറ്റു പക്ഷികളും തമ്മിലുള്ള വ്യത്യാസം എവിടെ കിടക്കുന്നത്? മനുഷ്യൻ മൂല്യം കൊണ്ട്, സ്വഭാവം കൊണ്ട്, ധാർമ്മിക ബോധം കൊണ്ട് ഉയർന്നാൽ മലക്കളോളം എത്താൻ പറ്റും. അല്ല, മലക്കളുടെയും മീതെ എത്തിപ്പിടിക്കാൻ പറ്റും. അതാണ് അമ്പിയാക്കൾ. മനുഷ്യൻ തരം താണാൽ ഉലായിക്ക കല്ലാൻ, ദർ ആനിമൽസ്, അവർ മൃഗങ്ങളാണ്. ബട്ട് അല്ല, ബൽഹും അവല്, മൃഗത്തിനേക്കാളും അധപ്പതിക്കും. ആദ്യം ഖുർആൻ ഉപയോഗിച്ച ടേം മൃഗത്തെ പോലെ എന്നാണ്. പിന്നെ ഖുർആൻ തന്നെ തിരുത്തി പറഞ്ഞു, അല്ല, മൃഗത്തെ പോലെ അല്ല, മൃഗത്തിനേക്കാളും അധപ്പതിച്ചിട്ട് ആരെപ്പോലെ? ആദ്യം ഖുർആൻ പറഞ്ഞു ശരിയാവണ്ണം ജീവിക്കാത്ത മനുഷ്യന്മാർ മൃഗത്തെ പോലെയാണ്. പിന്നെ ഖുർആൻ തന്നെ തിരുത്തിയിട്ട് അതേ ആയത്തിൽ പറഞ്ഞു ബൽഹും അതല്, മൃഗത്തെ പോലെ അല്ല, മൃഗത്തിനേക്കാളും അധപ്പതിച്ചിട്ട് ആരെപ്പോലെ? ആരെപ്പോലെ എന്ന് പറയാൻ ഓനേക്കാൾ മണ്ടനായ ആരും ഇല്ലാത്തതുകൊണ്ട്, കമ്പയർ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് നിർത്തി. എന്ന് പറഞ്ഞാൽ കള്ളു പിടിച്ചൊരു മനുഷ്യൻ റോഡ് സൈഡിൽ കിടക്കുന്ന തെരുവ് നായനോട് പറയാണ്, ഇതെൻ്റെ വഴിയാണ്, മാറിക്കോന്ന്. ഇവനെക്കുറിച്ചായി പറയണത്. അപ്പോൾ ഒരു മനുഷ്യന് ഉയർന്നാൽ, സ്വഭാവ ഗുണങ്ങൾ കൊണ്ട്, മൂല്യവിചാരങ്ങൾ കൊണ്ട്, ധാർമ്മിക ബോധത്താൽ ഉയർന്നാൽ മലക്കളുടെ മീതെ പറക്കാൻ പറ്റും. താണാൽ അവന് തരം താവാൻ പറ്റും, മൃഗത്തേക്കാൾ അധപ്പതിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നിലവാരം എന്ത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം. എന്താണ് നമ്മുടെ നിലവാരം? നമുക്ക് മലക്കളുടെ അടുത്ത് എത്താൻ പറ്റുന്നുണ്ടോ? അല്ല, നമ്മൾ താഴേക്കാണോ നമ്മുടെ ഗ്രാഫ് ദിവസം കഴിയും തോറും എന്ന് നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഹൃദയത്തിലേക്ക് സെൽഫി എടുത്തുകൊണ്ടിരിക്കുക എന്ന് ചുരുക്കം. ഈ ആമുഖത്തോടു കൂടിയാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. ഹൗ കാൻ ചേഞ്ച്, നമുക്ക് എങ്ങനെ മാറാം? ഒന്നാമത്തത്, നമുക്ക് മാറാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. പക്ഷെ അത് എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി, എൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. ഞാൻ ആരോടും ചൂടാവും, ഞാൻ പണ്ടേ അങ്ങനെ. പിന്നെ അതിലൊരു തെളിവ് കൂടി പറയുന്നു, ഖുറാനും ആയത്തൊന്നും അല്ല തെളിവ്, എൻ്റെ ഉപ്പിയും പെരും ചൂടനെന്ന് ഉമ്മ അധികം പറയാറുണ്ട്. തെളിവ് പോയി. അങ്ങനെ ഉണ്ടാവല്ലോ, എനിക്ക് പ്രഷറുണ്ട്, ഉപ്പാക്കും പ്രഷറുണ്ട് എന്നൊക്കെ പറയണത്.
ഇതൊന്നും ചൂടാവലിനും ദുസ്വഭാവത്തിനും തെളിവല്ല. മനുഷ്യന് മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറാൻ പറ്റും. എന്തുകൊണ്ട് പറ്റും? കാട്ടാന നാട്ടാനയാവുന്നുണ്ട്. കടിച്ചു കയറുന്ന ജീവികളായ സിംഹവും പുലിയൊക്കെ പരിശീലനം കിട്ടിയിട്ട് സർക്കസിലേക്ക് കൊണ്ടുവന്നാൽ സൈക്കിൾ ഓടിക്കുന്നു, ബൈക്ക് ഓടിക്കുന്നു, വളയത്തിൻ്റെ ഉള്ളിലേക്ക് ജമ്പ് ചെയ്യുന്നു. വാവാ സുരേഷിൻ്റെ കയ്യിൽ പാമ്പ് പറഞ്ഞ അനുസരിക്കുന്നുണ്ട്. ഇങ്ങനെ സർവ്വതും ചുറ്റുവട്ടത്ത് മാറുമ്പോൾ നമുക്കെന്തുകൊണ്ട് മാറാൻ പറ്റൂല? വൈ നോട്ട്? എന്തുകൊണ്ട് പറ്റില്ല? ഞാനങ്ങനെ ശ്രമിക്കും. ഞാൻ ഉടനെ തന്നെ തെറ്റ് കണ്ട ഉടനെ തിരുത്തും, പറയും. അതാരുടെയും മുഖത്ത് നോക്കിയിട്ട് പറയുന്നതിന് അങ്ങനെ പറയരുത്. ന്യൂ ജനറേഷനോട് അങ്ങനെ എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കും എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വാശിപ്പുറത്ത് പഴയ തഴക്കും പഴക്കമുള്ള എന്താ പറയുക, ആ ഒരു വർത്തമാനത്തിൽ നിന്ന് മാറണം എന്നാണ് പറയുന്നത്. അതിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാഉൽ ഉലൂമുദ്ദീനിൽ പറയുന്ന തെളിവ് എന്താണെന്ന് വെച്ചാൽ, ഹസ്സിനു അഖ്ലാഖക്കും, നിങ്ങളെ സ്വഭാവം നിങ്ങൾ നന്നാക്കണം എന്ന് ഹദീസിലുണ്ട്. സ്വഭാവം നന്നാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ, അത് ഉറച്ചുപോയ പാറയെ പോലെ ഒരിക്കലും ചേഞ്ച് ആവാത്തതാണെങ്കിൽ, ഒരിക്കലും നിങ്ങൾ സ്വഭാവം നന്നാക്കണം എന്ന് ഇമ്പോസിബിളായ ഒരു കാര്യം, പോസിബിൾ അല്ലാത്ത, സാധ്യമല്ലാത്ത, അസാധ്യമായ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇസ്ലാം കീർത്തിക്കൂല, കൽപ്പിക്കൂല. നമ്മളോട് ഒരിക്കലും ഇസ്ലാം ഈ പർവ്വതം എടുത്തിട്ട് ഈ നാട്ടിൽ കൊണ്ടുവെക്കണം എന്ന് പറയൂല. കാരണം നമുക്ക് കഴിയുന്നതേ അള്ളാഹു പറയുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അപ്പം ഹസ്സിനു അഖ്ലാഖക്കും, നിങ്ങളെ സ്വഭാവം നിങ്ങൾ ശരിപ്പെടുത്തണം എന്ന് പറയലോടുകൂടി മനസ്സിലായി നമുക്ക് ഏത് അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും എന്ന്. നമ്മളൊക്കെ ഫോൺ അഡിക്ഷൻ ആണോ, ഫോണിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന് അഡിക്ഷൻ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അതിനെങ്ങനെ സ്കാൻ ചെയ്യുക? ഞാനങ്ങനെ ഫോൺ അഡിക്ഷനൊന്നുമില്ല, ഉപയോഗിക്കാറുണ്ട് എന്നാണ് നമ്മുടെ ന്യായീകരണമെങ്കിൽ, നമ്മുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫായി, ചാർജറില്ല, കറണ്ടില്ല, പവർ ബാങ്ക് കാണുന്നില്ല, അത് കുറേ സമയം. ഇതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തോ വന്ദേ ഭാരതിൻ്റെ ഡ്രൈവറെ വേറൊന്നുമല്ല. ഇത് നമുക്ക് പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നർത്ഥം. അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഒരു ദിവസം 10 മിനിറ്റ് മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നടക്കുമെന്ന് വെച്ചാൽ, നടക്കണമെന്ന് ഉപയോഗിക്കുക എന്ന ആൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കുമെന്ന് ചെയ്യില്ല. 24 മണിക്കൂറിൽ 10 മിനിറ്റ് മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്കത് സാധ്യമാണ്. ലോകത്ത് വേറെ ആര് തീരുമാനിച്ചിട്ടും കാര്യമില്ല. ലോകത്ത് എല്ലാവരും പാടെ തീരുമാനിച്ച് മൂപ്പര് ഉപയോഗിക്കുന്ന ഫോൺ ഉപയോഗം ഒന്ന് കുറക്കണമെന്ന് ഒരു കാര്യമില്ല. ഞാൻ തീരുമാനിച്ചിട്ട് നടപ്പിലാക്കാൻ വിചാരിച്ചാൽ നടക്കും. അപ്പോൾ നമുക്ക് ചേഞ്ച് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മളൊന്ന് ഒരു ശ്രമം ആരംഭിക്കണം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്താണ് ഇപ്പോൾ ഈ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ 17-18 വയസ്സിലൊക്കെ വല്ല ആക്സിഡൻറ്റിലോ മരിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ ആഖിറത്തിലെത്തിയ 18-ലോ 19-ലോ 20-ലോ എന്തിലോ ആവട്ടെ, പ്രായം ഏത് എന്നുള്ളതിൽ വലിയ പ്രാധാന്യമില്ല. പെട്ടെന്ന് മരിച്ചുപോയി എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ആ മരണത്തെക്കുറിച്ചൊക്കെ വിശ്വാസത്തിൻ്റെ വാക്കേ പറയാൻ പാടുള്ളൂ. ഏതെങ്കിലും ഭൗതികന്മാർ സംസാരിക്കണ പോലെ മുസ്ലിങ്ങൾ സംസാരിക്കരുത്. അകാല മരണം എന്ന് പറഞ്ഞാൽ കാലം എത്താതെ മരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. കാലം എത്തിയോ ഇല്ലയോ എന്ന് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല, അള്ള കാലെത്തിയിട്ട് മരിപ്പിച്ച് തന്നെയാണ്. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. ആ പ്രയോഗം വിശ്വാസപരമായി തെറ്റാണ്. അകാല മരണം എന്ന് പറയാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ കുറച്ച് ഈ ഭൗതിക പ്രസ്ഥാനത്തിലൊക്കെ രാഷ്ട്രീയങ്ങളിലൊക്കെ കൂടുതൽ ഇടപെട്ടിട്ട് മതത്തിൻ്റെ വിചാരങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. അത് തെറ്റാണ്, ശരിയല്ല എന്ന് ചുരുക്കം. വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം അതൊന്നുമല്ല. അങ്ങനെ ഒരു 18-ാം വയസ്സിൽ ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ ആഖിറത്തിലെത്തിയാൽ ഏട് വായിക്കാൻ വേണ്ടി പറയും, ഇഖ്റ കിതാബ്, റീഡ് യുവർ ബുക്ക്. ഏട് വായിക്കും. എന്തായിരിക്കും ആ കുട്ടി വായിക്കുക? ആ കുട്ടി ഏടെടുത്തിട്ട് ഇങ്ങനെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. 15-ാം വയസ്സിലാണ് പ്രായപൂർത്തിയായത്, 18-ലാണ് അപകടത്തിൽ മരിച്ചത്. അതൊക്കെ എനിക്കറിയാം. ആ 3 കൊല്ലം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ വായിക്കും. 3 കൊല്ലമാണ്
ജീവിച്ചത്. ഇനി ആ കുട്ടി വായിക്കൽ 2,48,236 വീഡിയോസ് യൂട്യൂബ് റീൽസ് വഴിയും ഇൻസ്റ്റ വഴിയും കണ്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതൊക്കെ നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന ഒരാലോചന നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമുള്ളൊരു ആശയമല്ല കേട്ടോ. ഏത് കാര്യം നമ്മൾ ചെയ്താലും അതിനെക്കുറിച്ചുള്ള ചോദ്യം അള്ളാഹുവിൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ക്രിസ്ത്യാനോ ബൂട്ട് കെട്ടണത്, മെസ്സി ബൂട്ട് അയക്കണത്, ഇതിപ്പോൾ എന്തിനാ നമ്മൾ കാണുന്നത്? എന്തപ്പോൾ അതിനെക്കൊണ്ട് കാര്യം എന്നാ? പഴയ കാലത്തൊക്കെ പ്രായമുള്ളവരുടെ കയ്യിൽ ദലായിൽ ഖൈറാത്ത്, വിർദുൽ ലത്തീഫ്, ഏടുകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം വലിയ വിലയുള്ള ഫോണ് മോന് സർപ്രൈസായിട്ട് ഗൾഫിൽ നിന്ന് കൊടുത്തയക്കലോടുകൂടി പത്തനംതിട്ടയിൽ 18 പേടിപ്പിച്ച് 18 അറസ്റ്റിലായിരുന്നു. രാവിലെ തന്നെ വെറും വയറ്റിൽ വായിക്കുകയാണ്. എത്തപ്പോൾ അതിനെക്കൊണ്ട് കാര്യം എന്നാ? നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എന്താണോ കണ്ടത്, എന്താണോ കേട്ടത്, അത് നമ്മുടെ ജീവിതത്തിൽ ഓർമ്മകളായി, അനുഭവങ്ങളായി ബാക്കിയുണ്ടാവും. ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഈ ജസ്റ്റ് കാണലും കേൾക്കലൊന്നും ഉണ്ടാവില്ല. ഒരു തവണ കേട്ടാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ എൻ്റെ അടുത്ത് കാറിൽ കൊണ്ടുവരുന്ന പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, എൻ്റെ നാട്ടിൽ മാങ്ങ ഉണ്ടോ? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മാങ്ങ ഉണ്ടാവും. മാങ്ങ, പച്ച മാങ്ങ ഉണ്ടെന്ന് കരുതുക. പച്ച മാങ്ങ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കളറല്ല, പഴുക്കാത്ത മാങ്ങ എന്നാണ് ഉദ്ദേശിച്ചത്. 2 മാങ്ങ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അണ്ടി എടുത്ത് കളഞ്ഞു. അതിന് പുറത്തുള്ള തൊലി വടിച്ച് കളയുന്ന കത്തി ഉപയോഗിച്ച് ആ തൊലിയും പോയി. ഇപ്പം മാങ്ങയ്ക്ക് രണ്ടുമില്ല, അണ്ടിയുമില്ല, തൊലിയുമില്ല. ഈ 2 മാങ്ങ എടുത്തിട്ട് നമ്മൾ പീസാക്കിയിട്ട് പ്ലേറ്റിലിട്ടു. ഇപ്പോൾ 2 നല്ല പച്ച മാങ്ങയാണ്. അതിൽ കുറച്ച് പൊടി ഉപ്പ് ഇങ്ങനെ വിതറി, കുറച്ച് മുളക് പൊടിയും ഒന്ന് ഇട്ടു. പുളി ഉണ്ടല്ലോ, പുളി ഇങ്ങനെ കുഴക്കുകയും കുറച്ചൊന്ന് സുർക്ക കുടയുകയും ചെയ്താൽ നിങ്ങളുടെ അധിക പേരുടെയും വായിൽ ഉമിനീര് വരും ഇങ്ങനെ പറയുമ്പോൾ. ഇനി ആരുടെങ്കിലുമൊക്കെ മോൻ്റെ വായിൽ ഉമിനീര് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പഞ്ചിന് ചിലപ്പോൾ നെഗറ്റീവ് പറയും, ഇല്ല എന്നെല്ലാം പറയും. ചിലപ്പോൾ ആ ഉമിനീര് പോലും വിഴുങ്ങിയിട്ടും പറയും ഇല്ല. ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മാങ്ങയില്ല, ഈ സ്റ്റേജിൽ ആരുടെയും കയ്യിലോ ഈ പോഡിയത്തിൽ മാങ്ങയൊന്നുമില്ല. പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിൽ അതിൻ്റെ ഒരു ഇമാജിനേഷൻ വന്നിട്ടാണ് സലൈവ, ഉമിനീര് വായിൽ ഒഴുകുന്നത്. ഇത് കേട്ടാൽ ഇങ്ങനെയാണെങ്കിൽ ലൈസൽ ഖബറു കൽ മുആയന എന്ന ഹദീസ്, കണ്ടാൽ എത്രത്തോളം ഫലം ഉണ്ടാവും. അതാണ് നമുക്ക് പലപ്പോഴും ഈ പുതിയ കുട്ടികളിൽ കാണുന്നു വരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ട്രോളാണ്. ട്രോൾ. ഇപ്പോൾ ഒരു ഫിസിക്സിൻ്റെ സാറ് ഇവിടുന്ന് ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ സാറ് ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ബയോളജിയുടെ ഒരു ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വാഭാവികതയിൽ എന്തോ ഒരു ആശയം പറയുമ്പോൾ പറയാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ വേക്കിലിരിക്കുന്ന 2 കുട്ടികളിൽ ഒരു കുട്ടി അടുത്ത കുട്ടിനോട് മെല്ലെ ചെവിയിൽ ചോദിക്കും, അങ്ങനെ ചെയ്താൽ ഇപ്പം എന്താ പ്രശ്നം? എന്താ ചിരിക്കുന്നുണ്ടോ? എന്ന് ചിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ് ടീച്ചർമാരെ, സാർമാരെ, ഉസ്താമാരെ, മുതിർന്നവരെ കളിയാക്കുന്ന ലോകത്തേക്ക് എങ്ങനെയാണ് നമ്മളെ മക്കളെത്തിയത്? അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ അവന് ഇന്നലെ രാത്രി 126 വീഡിയോ ട്രോളാ കാണുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പാർട്ടായി മാറുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഷഹബാസ്മാർ കൊല്ലപ്പെടുന്നത്? എന്താ അതിൻ്റെ കാരണം എന്നാ? എങ്ങനെ ചെറിയ കുട്ടികളുടെ മനസ്സിൽ ഫൈറ്റിൻ്റെ ഒരു മെൻറ്റാലിറ്റി വരുന്നത്? അവർ ഫൈറ്റ് സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൈ മടക്കുന്ന സമയത്ത് തന്നെ, മടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒന്ന് ആവുന്നതിൻ്റെ കാരണം എന്താണ്? എന്താ അതിൻ്റെ കാരണം എന്നാ?
അപ്പോൾ നമ്മളൊരു കാര്യം, ഒരു ഫോണാണെങ്കിലും അല്ലെങ്കിലും കാണുന്നതും കേൾക്കുന്നതൊക്കെ നമ്മുടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിൽ ഉപകാരപ്പെടുന്നതായിരിക്കണം എന്നൊരു നിർബന്ധം നമുക്കുണ്ടാകും. അത് സൂറത്തുൽ ഫുർഖാൻ പറയുന്നുണ്ട്. ഖുൽ, നബിയെ തങ്ങൾ ചോദിക്കും. എന്ത് ചോദിക്കാനാണ് പറയണത്? നീ ആ കാണുന്ന 10 മിനിറ്റ് വീഡിയോ ആണോ ഖൈറ്, അല്ല ജന്നത്തുൽ ഖുൽദില്ലത്തി വഅദൽ മുത്തഖൂൻ, കോടാനുകോടി കാലം കിടക്കേണ്ട സ്വർഗ്ഗമാണോ ടോപ്പ് എന്ന് നീ നിന്നോട് തന്നെ ചോദിക്കൂ. വേറെ ഉസ്താമാരോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എല്ലാ ചോദ്യം എന്തിനാ ഉസ്താമാരോട് ചോദിക്കണത്? ചില ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. ഈ 10 മിനിറ്റത്തെ വീഡിയോ കോമഡിയാണ്, അല്ലെങ്കിൽ അശ്ലീലാണ്, വൃത്തികേടാണ്, ഫുട്ബോൾ ഹൈലൈറ്റാണ്, ക്രിക്കറ്റാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കമൻ്റാണ്, ഇതാണോ അദാലിക ഖൈറുൻ, ഈ 10 മിനിറ്റാണോ ഖൈർ, ജന്നത്തുൽ ഖുൽദില്ലത്തി വഅദൽ മുത്തഖൂൻ, കോടിക്കോടി കോടി 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 എന്ന് 1 കോടി കൊല്ലം പറഞ്ഞാലും തീരാത്ത സ്വർഗ്ഗസുഖമാണോ നല്ലത്, ഈ 10 മിനിറ്റ് വീഡിയോ ആണോ നല്ലത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തനിയേ നമ്മൾ കാണുന്ന ഏകദേശ വീഡിയോസും കാണണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് അള്ളാഹു 500 കൊല്ലം ആയുസ് തന്നെന്ന് വിചാരിക്കുക. 500 കൊല്ലം പേപ്പർ ആരും പിടിച്ചാൽ 500 കൊല്ലം ആയുസ് തന്നു. നമ്മൾ ഫുൾ ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഡിന്നറില്ല, ഒന്നുമില്ലാതെ ഫുൾ ടൈം യൂട്യൂബ്, ഇൻസ്റ്റയിലുള്ള വീഡിയോസ് കാണാൻ തീരുമാനിച്ച് കണ്ടു. 500 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചു. പിന്നെയും ഒരു 500 കൊല്ലം കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1000 കൊല്ലം ജീവിച്ച് ആ രണ്ടാമത്തെ 500 ഫുൾ ടൈം വീഡിയോസ് കാണൽ തന്നെ നമ്മളെ പണി. പിന്നെ ഒരു 1000 കൊല്ലം കൂടി കിട്ടി, 2000 കൊല്ലം. ഈ 2000 കൊല്ലം ഫുൾ ടൈം ഈ വീഡിയോസൊക്കെ കണ്ടാൽ യൂട്യൂബിലെ വീഡിയോസ് തീരോ സാർ? ഇല്ലല്ലോ, ഇനിയും ഉണ്ടാവും അതിൽ. ഇത് കണ്ടു തീർക്കലല്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ഡ്യൂട്ടി. ഞാനെന്തിനാ ഇത് കാണുന്നത്? എന്തുകൊണ്ട് നമ്മൾ ഈ ലാസ്റ്റ് സീൻ ടുഡേ 2:36 1:35 ആവണത്? എത്തപ്പോൾ കാര്യം എന്താ? അതിനെക്കൊണ്ട് കാര്യം എന്നാ? അതിൽ ഒന്നാമത്തെ പ്രശ്നം കിടക്കണത്, ഒരു മനുഷ്യൻ പരാജയപ്പെടും എന്ന് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു തെറ്റുണ്ട്. എന്താണ്? സമയം കളയൽ. സമയം കളയൽ എന്ന രോഗം ഒരാളിൽ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഗ്രാഫ് താഴോട്ടാണെന്നാ. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നിഹി. ഒരാൾ നന്നാവുക എന്ന് പറയുന്നത്, ഇസ്ലാമിക കോൺസെപ്റ്റിൽ നന്നാവുക എന്ന് പറയുന്നത് അയാൾ സമയം കളയാതിരിക്കുമ്പോഴാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, സമയം എത്രയായി എന്ന് നോക്കാൻ വേണ്ടി ഫോൺ എടുത്തിട്ട് സമയം പോയതറിയാത്തൊരു തലമുറയുടെ കാലത്ത് ഞാനെന്തിനാ ഈ ഫോൺ എടുക്കണത് എന്നിങ്ങനെ വിചാരിക്കുക. ഇന്നലെ രാത്രി നമ്മൾ ഫോണൊന്നും നോക്കാതെ ഒരു റീലും കാണാതെ ഉറങ്ങി എന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കൊന്നുമില്ല, ഒന്നും സംഭവിക്കൂല. ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമുക്ക് കുറേ ആരോഗ്യവും ഉറക്കിൻ്റെ ശരിയായ രീതിയും, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു പോകുന്നതിൻ്റെ കാരണം തന്നെ പറയുന്നത് ശരിയായ ഉറക്കില്ലാത്തതാണ്. രാത്രിയുടെ ഉറക്കം എങ്ങനെയാണ് പകൽ മതിയാവുക? ആരോഗ്യം എങ്ങനെയാണ് ശരിയാവണ്ണം മുന്നോട്ട് പോവുക? ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് ഏറ്റവും കൂടുതൽ യാചിച്ചു നോക്കുന്ന റിക്വസ്റ്റ് എന്താണെന്നറിയോ? കുറച്ച് സമയം കിട്ടുമെന്നുള്ളതാണ്. നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഖത്തീബ് ഉസ്താദുമാർ ഓതുന്ന ഒരു ആയത്തിൻ്റെ ആശയം അതാണ്. ലൗലാ അഖർതനി, മരിക്കണ സമയത്ത് കെഞ്ചി നോക്കും, യാചിക്കും, ഒന്ന് അപേക്ഷ കൊടുത്തു നോക്കും. എന്തിന്? ലൗലാ അഖർതനി, എന്നെ ഒന്ന് പിന്തിക്കാവോ എന്ന്. ഇതെപ്പോഴാണ് പറയണമെന്നറിയോ? അസ്രായിൽ വന്ന ഉടനെ പറയാം. എത്രയാ പിന്തിക്കേണ്ടത്? ഇല അജൽ, കുറച്ച് സമയം തരാവോ. വാട്ട് യു മീൻ? കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ? എത്ര ഉദ്ദേശിക്കണത്? ഒരു ദിവസം? അതൊന്നും കിട്ടൂല. ആരാ എന്നാൽ 1 മണിക്കൂർ കിട്ടോ? ഇല്ലില്ല. അരമണിക്കൂർ? നോ 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 നോ. എന്താ ചെയ്യും? 1 മിനിറ്റ് കിട്ടോ? ഇല്ല. അരമിനിറ്റ്? ഇല്ല. എന്നാൽ പിന്നെ ഒരു 10 സെക്കൻഡ് കിട്ടോ? ഇല്ല. 5 സെക്കൻഡ് കിട്ടോ? 5 സെക്കൻഡൊക്കെ ഇപ്പോൾ കിട്ടിയിട്ട് ഇപ്പോൾ മരിക്കുന്നതിൻ്റെ തൊട്ടുമ്പോൾ 5 സെക്കൻഡ് കിട്ടിയോണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നങ്ങനെ ചൊല്ലിയാൽ ഓ അങ്ങനെ. ഇന്നലെ രാത്രി സാർ എത്ര മണിക്കാണ് ഉറങ്ങിയിരുന്നത്? ലാസ്റ്റ് സീൻ ടുഡേ 1:33. ഇല അജൽ, കുറച്ച് സമയം തരാവോ? ഈ കുറച്ച് എന്ന് പറഞ്ഞാൽ അസ്രായിലെ തരുന്നതിൻ്റെ ഏറ്റവും മിനിമം തരാവോ? ഇല അജലിൻ ഖരീബിൻ്റെ അർത്ഥം അങ്ങനെയാണ്.
ഇല്ല, തരൂല. ലാസ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ. ബൈക്കിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്നുള്ള പഴുത്ത ചക്ക വീണ് മരിച്ചു. അള്ളാൻ്റെ കണക്ക് വന്നാൽ അങ്ങനെ തന്നെ. ഒരു ഡോക്ടറുടെ മരണം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. 100 രോഗികൾ, 60 രോഗികളുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. 61ാമത്തെ ആളാണ് റൂമിലേക്ക് കയറുന്നത്. ഇനി അയാൾക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കണം ഡോക്ടർ. അയാളുടെ വിഷയങ്ങൾ അന്വേഷിക്കണം, എന്താണ് പ്രശ്നം എന്നൊക്കെ. അയാൾ വരുന്ന സമയത്ത് ഡോക്ടറെ കാണുന്നില്ല. നോക്കുമ്പോൾ ഡോക്ടർ ഇരിക്കുന്ന കുശൻ കസേരയിൽ നിന്ന് ഡോക്ടർ താഴെ വീണിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ താങ്ങി പിടിച്ചുകൊണ്ട് ഡോക്ടറെ കൊണ്ടുപോയി സ്ട്രെച്ചറിൽ കടത്തിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ തിരിച്ചു കൊണ്ടുവന്നു. ഈ ഡോക്ടർ ചികിത്സിച്ചിട്ട് രോഗം മാറ്റേണ്ട 40 ആൾക്കാരുടെ മുമ്പിലൂടെ ഡോക്ടറുടെ മയ്യത്താണ് കൊണ്ടുവരുന്നത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ. വല്ല പനിയോ വല്ല കാലിന് മുറിവോ വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറയാണ് പ്രശ്നമൊന്നുമില്ല, ഗുളിക കഴിച്ചാൽ മതി, പിന്നെ ഒന്ന് ജസ്റ്റ് ബ്ലഡ് ഒന്ന് സ്കാൻ ചെയ്യണമായിരുന്നു. അതെന്തിനാ ബ്ലഡ് സ്കാൻ ചെയ്യണത്? എന്തിനാ ബ്ലഡ് സ്കാൻ ചെയ്യുന്നത്? ഒന്നുമില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്യാൻസർ സെൻറ്ററിലേക്ക് നിൻ്റെ ബ്ലഡിൻ്റെ സാമ്പിളൊന്ന് പെന്നിയാലാക്കിൻ്റെ ഇൻസ്റ്റഗ്രാം തുറക്കൂല, പിന്നെ നീ ഒരു ഹൈലൈറ്റും കാണൂല. ക്യാൻസറിൻ്റെ ശാഖ ഉണ്ടോയെന്ന് ഒരു ഡൗട്ട് പറഞ്ഞാൽ മതി മോനെ, അത്രയേ ഉള്ളൂ നമ്മളെ ലൈഫ്. പിന്നെന്ത് ഫാൻസ് അസോസിയേഷൻ, പിന്നെന്ത് സെലിബ്രേറ്റഡ് ടീം, പിന്നെന്ത് പോർച്ചുഗൽ, അർജൻറ്റീന, ബ്രസീൽ. ഈ കട്ടൗട്ടും ഫ്ലക്സൊക്കെ കെട്ടാൻ മുകളിലേക്ക് കയറിയ നമ്മളെല്ലാവരും താഴെ ഇറങ്ങും ഒരു ദിവസം. എവിടെ? ഈ ഗ്രൗണ്ട് ഫ്ലോറിലല്ല, കുറച്ചുകൂടി താഴെ ഖബറിൽ. അന്നൊരു ഫാൻസും വരില്ല. ഇല്ല, ആര് വരാൻ? ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്ന 2 ചെറുപ്പക്കാർ ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിച്ചിട്ട് പെടൻ്റെ പണ്ട് മരിച്ചപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോമിനിയങ്ങൾ ചോദിച്ചത്രേ, ഇത് നമ്മളെ കുട്ടികൾ തന്നെയാണോ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളാണോ എന്നാണ് ചോദിക്കണത്. 10-68 കൊല്ലം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത് മുത്തുമോമിനിയങ്ങളോട് മുടി കണ്ടിട്ട് ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരരുത് മക്കളെ. നമ്മുടെ തല മുതൽ കാല് വരെ ഒരു മുസ്ലിം ആയിരിക്കണം. ഇത് നമ്മളെ പിള്ളേർ തന്നെയാണോ എന്ന് ചോദിക്കേണ്ടി വന്നാൽ പിന്നെ എന്തിനാ നമ്മൾ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചത്? എന്താ ഇപ്പം കണ്ട കാര്യം? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോലമൊക്കെ കെട്ടണത്? എന്തിനാണ് ഇപ്പം അതിനൊക്കെ? അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? ആരെ കാണിക്കാൻ? ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഇപ്പുറത്തെ സൈഡെന്ന് പറയുകയാണെങ്കിൽ ഒരാൾ പരാജയപ്പെട്ടു എന്ന് അയാൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു രംഗമാണ് നരകത്തിലെത്തൽ. ഈ നരകത്തിലെത്തിയാലും മനുഷ്യന്മാർ എന്തിനാണ് ആഗ്രഹിക്കൽ? എന്തിനാണ് ആഗ്രഹിക്കുക? സൂറത്ത് ഫാത്തിറിലുണ്ട്. നേരത്തെ നമ്മൾ വെള്ളിയാഴ്ചത്തെ ഒരു സൂറത്തിനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. സൂറത്ത് ഫാത്തിറിൽ കാണാം, വഹും യസ്തരിഖൂൻ, നരകത്തിലുള്ള മനുഷ്യന്മാരെ അട്ടഹസിക്കും എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അട്ടഹസിക്കും. അട്ടഹസിച്ചിട്ട് ചോദിക്കും അത്രേ, റബ്ബനാൻ. നരകക്കാരാ വിളിക്കണത് റബ്ബനാൻ. അപ്പോൾ അള്ളാഹു ചോദിക്കും, എന്തപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്? കുറേ സമയമല്ലേ വിളിച്ചുകൊണ്ടിരിക്കണത്, എന്തപ്പോൾ വിളി, എന്തപ്പോൾ താല്പര്യം എന്നാ? വാട്ട് യു വാണ്ട്? നിങ്ങൾക്ക് എന്താ ആവശ്യം? അഖ്രിജ്ന, ഒന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കാവോ? എന്തിന്? നരകത്തുനിന്ന് എന്തിനാ പുറത്തെടുക്കണത്? നിങ്ങൾക്ക് എന്നിട്ട് നരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് എന്താ വേണ്ടത്? ഭാര്യനെ വേണോ? അല്ല. മക്കളെ വേണോ? അല്ല. നീ സ്ഥിരമായി കൊണ്ട് നടന്ന 2 വലിയ ഫോണും ചെറിയ ഫോണും ഒന്നുമല്ല. പിന്നെന്താ വേണ്ടേ? സമ്പത്താണോ? അല്ല. വാഹനം? അല്ല. പിന്നെ എന്താണ്? പറയൂ. കുറച്ച് സമയം തരാമോ? അതെന്തിന്? സൂറത്ത് തന്നെ തുടരുന്നു, നഅമൽ സ്വാലിഹ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളാം. അത് വെറുതെ. നീയോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ? നിന്നെ ഒന്നും കൂടി ദുനിയാവിലേക്ക് അയക്കണം എന്നല്ലേ താല്പര്യം? അതെ. എന്നിട്ട് കുറച്ച് സമയം തരണം എന്നല്ലേ ആഗ്രഹം? അതെ. എന്നിട്ട് നീ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും എന്നല്ലേ വർത്താനം? അതെ. ഇല്ലടോ. അപ്പോൾ അയാൾ തിരിച്ച്, വൈറല്ലതീ കുന്നാന അമൽ, പണ്ട് ചെയ്ത ഒരു പൊട്ടം കളിയും ഞാൻ കളിക്കൂല. 9 മണിക്ക് ഉറങ്ങും, ഇഷാൻസ്കരിച്ചോട്ടിന് ഉറങ്ങും, അങ്ങനത്തെ പൊട്ടം കളിയൊന്നുമില്ല, ഞാൻ എന്തായാലും നന്മ ചെയ്തോളാം. അപ്പോൾ അള്ളാഹു ചോദിക്കും, അപ്പം അന്ന് നീ മരിക്കണതിന് ഇപ്പോൾ ഒരു ലൈഫ് നിനക്ക് ദുനിയാവിൽ ഉണ്ടായിരുന്നു.
ആ കാലത്ത് എന്താ ഈ പറഞ്ഞ ഡയലോഗിലുള്ള വർത്തമാനങ്ങളില്ലാതിരുന്നത്, നന്മകളൊന്നും ചെയ്യാതിരുന്നത്? അത് പിന്നെ എങ്ങനെ പറയൽ നല്ല പറഞ്ഞോളൂ, എന്താ വിഷയം പറയും. അത് ഞാൻ പെട്ടെന്ന് മരിച്ച ആളായിരുന്നു, ഡിഗ്രി ഫൈനൽ ഇയറൊക്കെ കഴിഞ്ഞ്. ശരി. എത്ര വയസ്സിലാണ് മരിച്ചത്? 21-ാം വയസ്സിൽ പെട്ടെന്നൊരു അസുഖം വന്ന് മരിച്ചു. അങ്ങനെ. നീയോ? ഞാൻ കുറച്ചൊക്കെ ഒന്ന് നന്നാവണം എന്നൊക്കെ വിചാരിച്ച് ഗൾഫിൽ നിന്ന് ഇങ്ങനെ വന്ന് 25-ാം വയസ്സിലാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഒരു താല്പര്യം നന്നാവും മാത്രമുള്ള ആയുഷ്കാലം ഒന്നും കിട്ടിയില്ല, കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. അതെ റബ്ബേ, അതന്നെ പ്ലീസ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം. ചോദ്യം ഇങ്ങനെയുള്ളൂ, അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സാർ എത്ര വയസ്സ് പറഞ്ഞേ? 21. യു 25. 18 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ടല്ലോ, പ്ലസ് 3 കൊല്ലം നിനക്ക് കിട്ടിയിട്ടുണ്ട്. 20 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ട്, പ്ലസ് 5 കൊല്ലം നിനക്കും കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നന്നാവാൻ മാത്രമുള്ള കാലമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അവരൊക്കെ മനസ്സിലായത്. പ്ലസ് 5 കൊല്ലം 3 കൊല്ലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വജാഅകുമുൻ നദീർ, ഈ ആയത്തോതിയിട്ട് അന്ന് യുവകൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാമിന് ഒരു ഉസ്താദ് വന്ന് പ്രസംഗിക്കുകയും ചെയ്തില്ലേ? ഇല്ലേ? അന്ന് രാത്രി സാർ എത്ര മണിക്ക് ഉറങ്ങിയത്? ലാസ്റ്റ് സീൻ ടുഡേ 1:33. അപ്പോൾ നമുക്കൊരു വീണ്ടും വിചാരങ്ങളുണ്ടാകും. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ തോന്നുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ശേഷം വരാൻ പോകുന്ന ഉസ്താദുമാരുടെ ക്ലാസ്സുകളും ഈ ടോട്ടൽ പ്രോഗ്രാമിനെ കുറിച്ചും നല്ല പരിപാടി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി വെച്ച് നല്ലതാണ്. മൂപ്പരുടെ പ്രഭാഷണം ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ റീലൊക്കെ കാണാറുണ്ട്, ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഈ കമൻ്റ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, മറിച്ച് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം വരണ്ടേ, ശരിയല്ലേ ഈ പറയുന്നതൊക്കെ എന്ന് നമ്മളെ തന്നെ ഒന്ന് വിചാരണ നടത്തി ഷെയ്പ്പ് ചെയ്യാനാണ് ഈ സംഗമം. ഇത്രയും പ്രായമുള്ളവരൊക്കെ നമ്മുടെ കൂടെ, മഹല്ല് ഭാരവാഹികളും ഉസ്താദുമാരും കൂടെ ഇരുന്ന് നമ്മളോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആശയം ഇതാണ്. ഒന്നാമത്തെ കാര്യം. ഞാനൊരു 5 കാര്യം പറഞ്ഞു പോകണമെന്നാണ് വിചാരിച്ചത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട ഒരു കാര്യം നമ്മുടെ സ്വഭാവം നന്നാവുക എന്നുള്ളതാണ്. സ്വഭാവം നന്നാവുക എന്ന് പറഞ്ഞാൽ, പ്രഭാഷണമൊക്കെ നടത്തുന്ന വഅളൊക്കെ പറയുന്ന ഉസ്താദുമാർ നിങ്ങളുടെ സ്വഭാവം നന്നാക്കണേ എന്ന ആശയത്തിൽ പറയും. ചിലപ്പോൾ സൈക്കോളജി ക്ലാസ്സൊക്കെ എടുക്കുന്ന ടീമാണെങ്കിൽ ദർ ആർ സോ മെനി വേസ് ടു സക്സസ് എന്നൊക്കെ ആ ഭാഷയിൽ പറയും. അതിൻ്റെ ഒക്കെ ഒരു സമ്മറി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരെ പറ്റിയും കുറ്റം പറയരുത്. അതിൻ്റെ ഒരു സമ്മറി അതാണ് ഏറ്റവും പ്രധാനം. അപ്പം ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റുന്ന്, ഒന്നും ചെയ്യില്ല, ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. മോൻ്റെ പേരെന്താ? ഒച്ചത് പേര് അജ്നാസ്. ഇയാളെ എനിക്ക് പരിചയമുണ്ടോ? എന്താ അയാളുടെ പേര്? സിനാൻ. ഓ, ബദരീങ്ങളെ പേര്. ഈ സിനാൻ്റെ ഒരു നല്ല ക്വാളിറ്റി പറഞ്ഞാട്ടെ. ക്ലൂ വേണം? വേണ്ട. എന്ന പേപ്പർ. നമ്മൾ അനുഭവിക്കുന്നൊരു വിഷമാണ്, നമ്മൾ ഈ നല്ല പറഞ്ഞ് ശീലിക്കില്ല. അതുകൊണ്ടാണ് ആ കുട്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്. ഒറ്റൊന്ന് പറയാനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് നേരത്തെ വളരെ ആവേശത്തോടെ എനിക്ക് പരിചയമുണ്ട്, നമ്മൾ വളരെ അടുത്ത ആളാണ്, പക്ഷെ നമുക്കത് പറയാൻ കഴിയില്ല. നമുക്കങ്ങനെ ശീലമില്ല, നല്ല പറഞ്ഞ ശീലമില്ല. പറയും നല്ല കുട്ടിയാണ് എന്നതിൻ്റെ കാരണമാണ് ചോദിക്കണത്. വളരെ നല്ല കുട്ടിയാണ്, അതിൻ്റെ കാരണമാണ് ചോദിച്ചത്. നിങ്ങൾ നോക്കി, നമ്മൾ അനുഭവിക്കുന്നൊരു ദാരിദ്ര്യം നോക്കി. മോനിരിക്കും, നിങ്ങൾ രണ്ടാളൊന്നും എണീറ്റുന്ന നിങ്ങൾ തന്നെ. അയാളെ പേരെന്താ? ഇപ്പുറത്തെ ആളുടെ അയാളുടെ ഒരു 2 നല്ല ക്വാളിറ്റീസ് പറയും. അള്ളാഹിൻ്റെ റബ്ബേ എന്നാണോ അവൻ ആദ്യം പറഞ്ഞത്. പള്ളിയിൽ വരും കൃത്യം. അപ്പം നീ പള്ളിയിൽ വരും, അൽഹംദുലില്ലാ. അതുകൊണ്ടല്ലേ നീ കാണുന്നത്. നല്ലോണം പഠിക്കും. ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടി അവനെക്കുറിച്ച് 2 ക്വാളിറ്റീസ് പറയലോടുകൂടി സംഭവിച്ച
പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ശ്രദ്ധിക്കണേ. ആരെക്കുറിച്ചാണോ ഈ 2 നന്മകൾ പറഞ്ഞത്, ആ കുട്ടിക്ക് ഈ പറഞ്ഞ ആളോട് ഒരു ഇഷ്ടം വരും. ഇത്രയാളെ മുമ്പെന്ന് ഇയാൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തല്ലോ എന്നാണ് അതിൻ്റെ ഒരു താല്പര്യം. രണ്ടാമത്തേതാണ് ഇതിൽ പ്രധാനം. ആ കുട്ടി അവനെക്കുറിച്ച് എന്താണോ ഈ കൂട്ടുകാരൻ പറഞ്ഞത്, ആ 2 ക്വാളിറ്റിയും അവനിൽ ഇനി കൂടുമോ കുറയുമോ? നിങ്ങളെ അഭിപ്രായം എന്താ? കൂടും. ഇനി ഞാൻ എല്ലായ്പ്പോഴും പള്ളിയിലുണ്ടാവും, അവൻ നന്നായി പഠിക്കാൻ ശ്രമിക്കും. ഒരാളുടെ ജീവിതം നന്മയിലേക്ക് എത്തിക്കാൻ ആദ്യം വേണ്ടത് പോസിറ്റീവ് പറയലാണ്. ഇപ്പോഴത്തെ തലമുറ നമുക്ക് നന്നാക്കണമെന്നുണ്ടെങ്കിൽ തോളത്ത് കൈവച്ചാൽ മതി. ഇപ്പോഴത്തെ തലമുറക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അവരുടെ കവിൾത്തടത്തിൽ ഒരു നുള്ളു കൊടുത്ത് സ്നേഹിക്കാനും തോളത്ത് കൈവെക്കാനും ആളില്ല എന്നുള്ളതാണ്. കുറ്റപ്പെടുത്തലിൻ്റെ ഏറ്റവും മൂർധന്യ ദിശയിലാണ് നമ്മൾ ഈ ലോകമുള്ളത്. കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ പേരും കുറ്റപ്പെടുത്തൽ. അതാണ് നമ്മളൊരു പ്രശ്നം. അതിൽ നിന്നൊന്ന് മാറുക. ചില ആൾക്ക് അതിൽ ഡിഗ്രിയും PG കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അയാളെ കാണുന്ന എല്ലാവരുടെയും ഓരോ കുറ്റം മൂപ്പര് പറയും. അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും മാറുക. എന്നിട്ട് എല്ലാവരും പോസിറ്റീവ് പറയാം. ഉദാഹരണം പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അനുയായികളുടെ കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു നായ ചത്ത് കിടക്കുന്നുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞു, മാൻ തന്നെ രീഹം, എന്തൊരു ദുർഗന്ധാണ് റബ്ബേ, എന്തൊരു ദുർഗന്ധ. മാ അബിയല്ല അസ്നാന, എൻ്റെ പല്ല് നല്ല വെളുപ്പുണ്ടല്ലോ. പോസിറ്റീവ് നല്ലതാണ്. പഴയ ഡയലോഗൊന്നും പുതിയ തലമുറനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്നോടിപ്പോൾ എൻ്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കും, എന്ത് പണ്ടൊക്കെ നമ്മൾ ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഞാനൊക്കെ യാറപ്പേ. അതേസമയത്ത് ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനോട് ചെമ്മിണി വിളക്ക് അടുത്ത് വെച്ചിട്ടാണ് ഉപ്പാപ്പയൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ആ കുട്ടി ചോദിക്കും, അന്ന് CFL ലൈറ്റ് ഉണ്ടോ? ഇല്ല. 0 ബൾബുണ്ടോ? ഇല്ല. പിന്നെ ചെമ്മിണി വിളക്കല്ലാണ്ട് പിന്നെ എന്താ കത്തിക്കണ്ടേ? അത് കുട്ടികളുടെ അപ്ഡേഷനാണ്. അത് അവർക്ക് അദബ് കേട് എന്നല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതൊരു അധ്യാപകനും ഏതൊരു മോട്ടിവേറ്റർക്കും ഏതൊരു ഉസ്താദിനും ഈ കാലത്തെ മുഴുവൻ അതിജയിക്കാൻ പറ്റും. നമ്മൾക്ക് ഈ കുറ്റപ്പെടുത്തൽ എന്ന സ്വഭാവം ഈ നാട്ടിലും മഹലിൽ നിന്നും പൂർണ്ണമായി നിർത്തിയോക്ക് അടിപൊളി ഫലമായിരിക്കും. മുടി നീട്ടിയ ഒരു കുട്ടി ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ളത്, നല്ല മോനാ, മുടിയും കൂടി, അത്രേ പറയാനുള്ളൂ. തഹജ്ജുദ് നിസ്കരിപ്പിക്കണം. ആരെ കൊണ്ട്? അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ കൊണ്ട്. നബി തങ്ങൾ എന്താ പറഞ്ഞത്? നിഅമർ റജുല അബ്ദുള്ള നല്ല മോനാ. ആദ്യം അങ്ങനെ പറഞ്ഞു, പിന്നെ പറഞ്ഞു തഹജ്ജുദും കൂടി നിസ്കരിച്ചാൽ. അങ്ങനെ പറയലോടുകൂടി പിന്നെ അബ്ദുല്ലാഹിബിൻ ഉമർ ഞങ്ങൾ രാത്രി കുറഞ്ഞ സമയം ഉറങ്ങി, ബാക്കി ഫുൾ ടൈം തഹജ്ജുദാണ്. ഇങ്ങനെ നമ്മൾ ഒരു ലോകത്തേക്ക് കടക്കണം. പുതിയ കാലത്ത് ഈ കുറ്റം കേട്ടാൽ കുട്ടികൾക്ക് ഒരുതരം ഇറിറ്റേഷനാണ്, ഭയങ്കര മനസ്സിനൊരു വിഷമമാണ്. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ ആക്കി മാറ്റുന്നിടത്തേക്ക് നമ്മൾ രൂപപ്പെടണം, ഷെയ്പ്പ് ചെയ്യപ്പെടണം. ഷെയ്പ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് 2-3 സെക്കൻഡോട് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി, ഇതാണ് ഷെയ്പ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇതേ നബീൻ്റെ പേര് ഞാൻ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വലാത്തില്ല. അതേ റസൂലുള്ളാഹിൻ്റെ പേര് സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം സ്വലാത്തില്ല. അപ്പോൾ നിങ്ങളെ ഷെയ്പ്പ് ചെയ്തു, അത്രയേ ഉള്ളൂ, വലിയ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ കോഡ്ലെസ് മൈക്ക് എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ എന്നെ ഷെയ്പ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബേക്കിലിരിക്കുന്ന 2-3 ആൾക്കാർ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാനും തനിയെ എണീറ്റിട്ട് ക്ലാസ് എടുത്തോളൂ. ഷെയ്പ്പ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് അജണ്ട ഉണ്ടാവണം. ആ കുട്ടീനെ നമുക്ക് പള്ളിയിൽ വരുത്തിക്കണമല്ലോ. അവൻ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ആ കുട്ടീനോട് സ്നേഹമസൃണമായി പെരുമാറിയാൽ മതി. കുറ്റപ്പെടുത്തൂല, അത് നമ്മൾ തീരുമാനിച്ചു നോക്ക്, ഭയങ്കര ഫലമായിരിക്കും. ബാല അറാബിയുൻ ഫി മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരു അറാബി മൂത്രം ഒഴിച്ചു. സഹാബത്തെല്ലാവരും പാടെ അവരെ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, വിട്ടേക്ക്,
വിട്ടേക്ക് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്താ മോനെ താല്പര്യം? വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒഴിച്ചോട്ടെ. എവിടെ? പള്ളിയിൽ. എന്ത്? ജ്യൂസല്ല, എന്ത്? മൂത്രം. മൂത്രം ഒഴിച്ചോട്ടെ. എന്ത് മൂത്രം? എവിടെ? പള്ളിയിൽ. ഏത് പള്ളിയിൽ? മദീനത്തെ പള്ളിയിൽ. മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം. ഈ 1.5 മിനിറ്റ് നമുക്ക് നഷ്ടകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്, കുടുംബം കലഹിക്കുന്നത്, ഭാര്യ ഭർത്താക്കന്മാർ തെറ്റിപ്പോണത്. ഈ 1.5 മിനിറ്റിൻ്റെ ക്ഷമ നമുക്കില്ല. നമുക്ക് അടിച്ച് ഒതുക്കണം, അപ്പാട് റിസൾട്ട് ഉണ്ടാവണം. നമ്മൾ ആ പഴയ ശൈലിയിൽ ചൂടാവണം. ഈ 1.5 മിനിറ്റ് നമുക്ക് കഴിയണം. ഒഴിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞോ? പള്ളിയല്ലേ ഇത്? പള്ളി അതിനൊന്നും പറ്റൂല കേട്ടോ. ഈ തിരുത്തി കൊടുക്കലിൻ്റെ മനോഹാരിത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത്? അങ്ങനെ ചെയ്തതിന് 2 കാരണങ്ങൾ ശർഹ് മുസ്ലിം എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്. വിചാർന്നേ, അതേതാ 2 കാരണങ്ങൾ? ഒന്ന്, ഒഴിച്ചുകൊണ്ടിരിക്കുന്ന മൂത്രം മൂപ്പരെ ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രവും എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഹാജിൻ്റെ വീട്ടിൽ കല്യാണ തലേന്ന് എന്തോ ഒരു അനാശാസ പ്രവർത്തനം നടന്നിട്ടുണ്ടെന്ന് ജുമാക്ക് ശേഷം പ്രസംഗിക്കണമെന്ന് മഹല്ല് കമ്മിറ്റി പറഞ്ഞാൽ മഹല്ല് മൊത്തം അറിയും ഇബ്രാഹിം ഹാജിൻ്റെ വീട്ടിലെ പ്രശ്നം. അത് വേണ്ട, നമുക്ക് സോഫ്റ്റായിട്ട് പേഴ്സണലി തിരുത്തി കൊടുക്കാം. സെക്കൻഡ് വൺ, മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പേടിപ്പിച്ചോടിച്ചാൽ മൂപ്പരൊന്ന് വലിക്കും. അപ്പോൾ മൂപ്പര് മൂത്രം പിടിച്ചു വെക്കലാവും. മരണം വരെ മൂപ്പര് മൂത്രസംബന്ധിയായ അസുഖത്തിന് സാധ്യത ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇനി മേലാൽ നമ്മൾ ഇബ്രാഹിം ഹാജി നമ്മളെ മഹല്ല് പള്ളിയിൽ വരാതിരിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് വേണ്ട. ഇത് നമുക്ക് ആ ബോധം ഉണ്ടെങ്കിൽ എന്തൊരു മനോഹാരിതയായിരിക്കും നമ്മളെ നാട്ടിൽ, എന്തൊരു രസമുണ്ടാവും. ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ 2 പ്ലേറ്റ് ഫുള്ള് ഭക്ഷണം കഴിക്കും, എന്നിട്ടും പറയും ഉപ്പ് കുറവാണ്. ഫുള്ള് തിന്നിട്ടുണ്ടാവും, എന്നാലും പറയും എരിവ് കൂടുതലുണ്ട്. അത് മാറുക. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോസിറ്റീവുകൾ പറയുമ്പോൾ ഭയങ്കര റിസൾട്ടായിരിക്കും. നെഗറ്റീവ് പറഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കും, വേദനിക്കും. നിങ്ങളെല്ലാവരും ഇവിടെ ഒരിക്കൽ എൻ്റെ നാട്ടിൽ വന്നു എന്ന് വിചാരിക്കും. ഒരു ഉദാഹരണമാണ്, കണ്ണൂർ തളിപ്പറമ്പ് വന്നു. അവിടെ വന്നപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായി, ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്, ഒരു ഉദാഹരണം പറയണം, അല്ലെങ്കിൽ ചിക്കനാണ് കഴിച്ചത്. പിന്നീട് അതേ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഹോട്ടലിൽ തിരഞ്ഞുപിടിച്ച് ഭക്ഷണം കഴിച്ചു. ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോൾ നിങ്ങൾക്ക് ആ ബിരിയാണിയിൽ ഒരു പല്ലി ചത്തത് കണ്ടു. പല്ലിയില്ലേ? ചത്താണ്. നിങ്ങൾ മേലാൽ ആ വഴിക്ക് പോകുമ്പോൾ ആ ഹോട്ടലിൽ കയറുമോ ഇല്ലയോ? വൈ നോട്ട്? എന്തുകൊണ്ട് കയറൂല? 2 അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, 1 പോസിറ്റീവ് 2 നെഗറ്റീവ്. നെഗറ്റീവ് മാത്രമേ മനസ്സിൽ തങ്ങി വെക്കുള്ളൂ. ഉപ്പ എന്താ എന്നോട് അങ്ങനെ പറഞ്ഞത്, ആളൊന്നും പറയണ്ടില്ല. നെഗറ്റീവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മനസ്സിൽ തങ്ങി വെക്കും. എത്ര തവണ നമ്മൾ ഭാര്യമാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ഭാര്യമാർക്ക് നമുക്ക് ഭക്ഷണമാക്കി തരുത്ത നിർബന്ധമൊന്നും ഷാഫി ഫിഖയിലില്ല. ഫ്രീ ആയി ചെയ്യുന്ന ഒരു സേവനത്തിനെ എങ്ങനെ കുറ്റപ്പെടുത്തൽ? എൻ്റെ ഭാര്യ എൻ്റെ കന്തൂർ ഇസ്തിരിട്ടിട്ട് ഇവിടെ ഒരു ശരിയാവണ്ണം നിവർന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കുറ്റപ്പെടുത്താനോ? കാരണം അവൾക്കത് നിർബന്ധമില്ലല്ലോ. നിർബന്ധമില്ലാത്ത കാര്യത്തിൽ എങ്ങനെ ചൂടാവല്? അപ്പോൾ ഈ ചൂടൻ സ്വഭാവം നിർത്തുക. അനുജന്മാരൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഏട്ടൻ ഫോൺ നോക്കുകയാണ്. അപ്പോൾ ഏട്ടൻ അനുജനോട് ധൈര്യം വിട് ഡോറടക്കട. ഇതെന്താ ഗുണ്ടയാണ്? കൊട്ടേഷൻ സംഘം. ഒരു മനുഷ്യനാവണം നമ്മളെല്ലാവരും, ഒരു മനുഷ്യനാണ്. ഇതൊക്കെ വലിയ അഭിമാനത്തോടെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളറൊന്നും മിണ്ടൂല ഉസ്താദേ. ആ ഒരു പെരുമ്പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ അല്ല, ആരെങ്കിലും ഉണ്ടോ? ഞാൻ സ്കൂളിൻ്റെ വരാന്തയിൽ നടന്നാൽ, മദ്രസൻ്റെ വരാന്തയിലൂടെ നടന്നാൽ പിള്ളർ വരെ വിറക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയാൽ എങ്ങനെ ഉണ്ടാവും? പിള്ളർ ഓടി വന്നിട്ട് മടിയിലിരിക്കും, തോളത്ത് കയറിയിരിക്കും. പിന്നെ നമ്മൾ ഈ നിവിധങ്ങളുടെ മേലെ കയറി കളിക്കാൻ നോക്കണ്ട. ഒരു മനുഷ്യനാണ്. ചൂടൻ സ്വഭാവമൊക്കെ നിർത്തുക, കുറ്റപ്പെടുത്തലൊക്കെ നിർത്തുക. ലഹരി വിരുദ്ധ പരിപാടികൾ നമ്മുടെ നാട്ടിൽ സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഈ ലഹരി വിരുദ്ധ പരിപാടിക്കൊക്കെ വന്നാൽ ക്ലാസ് എടുക്കുന്ന ആളെടുത്തുനിന്നാ മനസ്സിലാകുന്നത് പുതിയ ലഹരി ഐറ്റം. പുതിയ തിക്കുള്ള ഐറ്റം ഉണ്ടല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ പരിപാടികൾ?
ചില പരിപാടിയിൽ 2 ഒളിച്ചോട്ടും 3 കൊലപാതകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രസംഗത്തിന് ഇപ്പം മാറ്റർ നോക്കേണ്ട ആവശ്യമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ചേഞ്ച് ആവണം. ചേഞ്ച് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. നമ്മളിൽ നിന്ന് ചേഞ്ച് തുടങ്ങിയാലുള്ളൊരു പ്രത്യേകത എന്താണെന്നറിയാം? മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്ത് വലിയ വിപ്ലവം നടത്തിയ ആൾ. ചെറിയ കാലം കൊണ്ട് തന്നെ വലിയ വിപ്ലവം നടത്തിയ നബി തങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കൊക്കെ തങ്ങൾ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആശയങ്ങൾ കൊടുക്കും. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നബി തങ്ങൾ പറയുന്ന കേട്ടാൽ വിചാരിക്കും ലോകത്തെ ഏറ്റവും ടോപ്പ് സിദ്ദീഖ് റളിയല്ലാഹുവാണ്. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് നബി തങ്ങൾ പറയണത് അൽ ഹഖ് മഅ ഉമർ വ ഉമറു മഅൽ ഹഖ്, സത്യം എപ്പോഴും ഉമറിൻ്റെ ഒന്നിച്ചാണ്, ഉമർ എപ്പോഴും ശരിയുടെ ഒന്നിച്ചാണ്. അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് എന്താ തോന്നൽ? ഉമർ റളിയല്ലാഹുവിനാണ് ഏറ്റവും ഹൈ ലെവലിലുള്ളത്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറയണത്, എനിക്ക് 40 പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്നിന് ശേഷം ഒന്നായിട്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കേണ്ടത് എൻ്റെ ഉസ്മാനായിരിക്കും. അവൻ വിധങ്ങൾ ഇത്രയും പെൺമക്കൾ ഓരോരാളുടെ വഫാത്തിന് ശേഷം അടുത്താളെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട പുതിയാപ്പിള അവരായിരിക്കും ഏറ്റവും ടോപ്പ്. കണ്ടോ? അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയണത് അന മദീനത്തുൽ ഇൽമി, ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അലിയും ബാബുഹ, അതിൻ്റെ ഡോർ അലി റളിയല്ലാഹുവാണ്. അപ്പോൾ ഈ സ്വഹാബത്തിൽ ഏറ്റവും വലിയ ആലിം ആരാണെന്നാണ് തോന്നുന്നത്? അലി റളിയല്ലാഹു. ഇങ്ങനെ ആരെക്കുറിച്ച് പറയുമ്പോഴും അവർക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നിപ്പിക്കാൻ ഒരു ഉപ്പക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മക്കളും ഉപ്പാൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കും. അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരിക. നെഗറ്റീവ് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്നും കൂടി ഞാൻ ചേർത്ത് പറയാം. നമ്മളൊരു 5 പോസിറ്റീവ് പറഞ്ഞെന്ന് കരുതുക. ഉമ്മാനോട് പറഞ്ഞ് ഉമ്മാൻ്റെ ഇന്നത്തെ മന്തി അടിപൊളിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഉമ്മാക്ക് ഈ മന്തിയൊക്കെ ആക്കാൻ അറിയാലേ. പിന്നെ ഉമ്മാൻ്റെ മന്തി കറക്റ്റ് വേവ് കേട്ടോ. ചിക്കൻ നേരത്തെ തന്നെ ഫ്രൈ ആക്കിയിട്ട് ചേർത്തത് കൊണ്ടാന്ന് തോന്നുന്നു ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഉമ്മ മന്തിയാക്കുമ്പോൾ എല്ലാം കൂടി സോസ്, ടൊമാറ്റോ സോസ്, മറ്റേ എന്താ പറയുക മയോണിസ് എല്ലാം കൂടി ആക്കുമല്ലോ. 5 പോസിറ്റീവ് പറഞ്ഞിട്ട് ഉമ്മ കുറേ കൂടി മനസ്സിൽ സന്തോഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊരു നെഗറ്റീവ് പറഞ്ഞാൽ, പിന്നെ ഉമ്മ എന്തെങ്കിലും മിഠായി പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു എരിവുണ്ടെന്ന് ഉമ്മാൻ്റെ മനസ്സിൽ ഇനി മണിക്കൂറുകളോളം എരിവ് മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. നമുക്ക് പറയാനൊരു വാക്ക്, പക്ഷെ അവരുടെ ജീവിതം അങ്ങോട്ട് തകർന്നു. നിങ്ങളെല്ലാവരും മദ്രസയിലെ സ്റ്റുഡൻസാണെന്ന് വിചാരിക്കുക, സ്കൂളിലെ കുട്ടികളാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു പെർഫ്യൂം, ഒരു അത്തർ കൊണ്ടുവന്നു. ഞാൻ ആ അത്തർ വാങ്ങിയിട്ട് ഇതെന്താ അത്തറാണോ എന്ന് പറയാൻ എനിക്ക് വലിയ സമയവും സെക്കൻഡ്സൊന്നും വേണ്ട. പക്ഷെ അത് പറയലോടുകൂടി ആ കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വന്ന ഉഷാറ് കാലുകൾക്ക് ഉണ്ടാവില്ല, കാല് ഏകദേശം തകർന്നു. തിങ്ക് ടോയ്സ് ബിഫോർ സ്പീക്കിംഗ് ഓർ ഡൂയിങ്. 2 വട്ടം ആലോചിക്കുക, ഞാൻ എന്താ ഈ പറയണത്, ഈ പറഞ്ഞുകൊണ്ട് എന്താ ഉണ്ടാവുക എന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മളെ പെങ്ങന്മാർ, നമ്മളെ ഭാര്യമാർ, നമ്മളെ അനുജത്തിമാർ, നമ്മളെ വീട്ടിലുള്ളവർ, അവരെയൊക്കെ നമ്മൾ കുറേ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ലേ എന്ന് നമുക്കിങ്ങനെ ഒരു തോന്നലുണ്ടാവും. ഫിസിക്സിൻ്റെ ടീച്ചറോട് നമ്മൾ പറയണം, ടീച്ചറെ ക്ലാസ് അടിപൊളി, ടീച്ചറെ ക്ലാസ് വേഗത്തിൽ മനസ്സിലാവും, ടീച്ചറെ ക്ലാസ് സമയം പോകുന്നത് മനസ്സിലാവില്ല, ടീച്ചർ ഒരു സാധനം എക്സാമിന് വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും, ടീച്ചർ നോട്ട് വളരെ ഷോർട്ട് നോട്ടും പോയിൻ്റ് വേസ്റ്റുമാണ്. എന്താണെന്നറിയാം, ടീച്ചർ ക്ലാസ്സിൽ ഇല്ലാതിരിക്കും, ഒരു മിസ്സിങ് ആണ്. 7 പോസിറ്റീവ് പറഞ്ഞിട്ട് പിന്നെ ടീച്ചറോട് പറയാണ്, ടീച്ചറെ ക്ലാസ്സിൽ മുമ്പിൽ ഇരിക്കുന്ന ആളുടെ മുഖത്തേക്ക് ടീച്ചറുടെ തുപ്പുനീര് തെറിക്കാറുണ്ട് എന്ന് പറഞ്ഞാലേ ടീച്ചർ തകർന്നു. നിങ്ങൾ 1000 പോസിറ്റീവ് ഒരാൾക്ക് കൊടുത്തു, ഒരു നെഗറ്റീവ് ആഡ് ചെയ്താൽ മനുഷ്യൻ്റെ മനസ്സിൽ നെഗറ്റീവേ ഉണ്ടാവും. ഇങ്ങനെ എത്ര പേരെ നെഗറ്റീവ് പറയുന്ന മനുഷ്യനാണ് ഞാൻ എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ബേജാറാവണം. കുറേ പേരെ വേദനിപ്പിച്ചിട്ട് ഇപ്പം എന്തപ്പോൾ കാര്യമോ? കഫം പുടയിൽ കീശയില്ലാത്തതുകൊണ്ട് ചെറിയ ഫോണ് പോലും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ചെയ്ത കുറേ നന്മകളും മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിച്ചതൊക്കെയാണ് നമുക്ക് കവറിൽ കൂട്ടിനുണ്ടാവുക. അപ്പോൾ നമ്മളെ സ്വഭാവം ശരിപ്പെടുത്തണം. കുറ്റപ്പെടുത്തുന്ന സിസ്റ്റം ഏത് കാലത്തും ഉണ്ടാവും. പള്ളിയിൽ ഫാൻ ഇട്ടാൽ ചിലർ ചോദിക്കും, മഴ പെയ്യുമ്പോൾ എന്തിനാ ഫാന് ചോദിക്കും. അതേ പള്ളിയിൽ തന്നെ ആൾ ചോദിക്കും, ഫാന് പിന്നെ എന്തിനാ ഫിറ്റ് ചെയ്തിന്. നാട്ടാർ നോക്കി നമ്മളൊന്നും ചെയ്യരുത്. ഉറപ്പല്ലേ? ഷുവർ. ഞാൻ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് വടകര റെയിൽവേ സ്റ്റേഷനാണ് നിയറസ്റ്റ്. ആമേ കറക്റ്റ്? യെസ്. അപ്പോൾ എൻ്റെ പരിചയക്കാരനായ ഒരാൾ ചോദിച്ചു, എവിടെ നിന്ന് വരുന്നു? ഇന്നടുത്തുനിന്ന്. എന്താ കാര്യം? ചെറുപ്പക്കാർക്കുള്ള ക്ലാസ് ഉണ്ട്. അതെ.
നീ എന്തൊരു അവഗണിക്കൽ, കളിയാക്കൽ. ആർക്ക്? ചെറുപ്പക്കാർക്കാ. എന്ത് ക്ലാസ്? ആര് നന്നാവാൻ? ഓ അങ്ങനെ. ഞാനിങ്ങനെ എൻ്റെ നാട് കണ്ണൂരെത്തുന്നവരെ ഒരു 3/4 മണിക്കൂർ ട്രെയിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച്, ശരി എന്നല്ലേ ചെറുപ്പക്കാരിപ്പോൾ ആരും നന്നാവും? നിർത്തല്ലേ ഈ ക്ലാസ്സൊക്കെ, വെറുതെ ആയുഷ്കാലം എന്തിനാ തീർക്കണത്? അങ്ങനെ ഒരാഴ്ചക്കാലം എവിടെയും പോകാതിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് 2 പുസ്തകം എഴുതാൻ തുടങ്ങി, ജീവിതം നന്നാവാനുള്ള വഴികൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ ആരോ ഫോൺ വിളിച്ചപ്പോൾ, നിങ്ങളെ വിളിച്ച് കിട്ടണില്ലല്ലോ, അതെന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ ചെറിയൊരു ലോക്കലാണ്. എന്താ പറ്റി? 2 പുസ്തകം എഴുതാം. ആഹാ, നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പുസ്തകം? അത് ചെറുപ്പക്കാർക്കൊക്കെ പറ്റിയ, എല്ലാവർക്കും പറ്റിയത്, ജീവിതം നന്നാവാനുള്ള വഴികൾ. അപ്പം അയാൾ ഫോണിലൂടെ അയാളെ നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താടോ ഒരു മറ്റേതാക്കൽ? അപ്പം അയാൾ പറയും, പുസ്തകത്തിന് വല്ല കുറവുണ്ടോ ഉസ്താദേ? ആര് പുസ്തകം വായിക്കാൻ? ആരിപ്പം പുസ്തകം വായിക്കൽ? പുസ്തകത്തിന് വല്ല കുറവുണ്ടോ? അപ്പം എനിക്ക് തോന്നി, ശരിയല്ലേ, ആരിപ്പം പുസ്തകമൊന്നും വായിക്കുന്നില്ലല്ലോ, എല്ലാവരും ഫോണിലല്ലേ. അങ്ങനെ പുസ്തകം എഴുത്ത് നിർത്തി. അങ്ങനെ വളരെ ടെൻഷനായിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോഴേ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബേജാറ്, മരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഖബറിലേക്ക് വേണ്ടേ. പ്രഭാഷണം ഏതായാലും ആരും നന്നാവാത്തോണ്ട് നിർത്തി, ആരും വായിക്കാത്തോണ്ട് എഴുത്തും നിർത്തി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് 2-3 മുസ്ഹഫ് കാണുന്നത് അലമാറിൻ്റെ മേലെ. ഉംറയ്ക്ക് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നേ ഈ 3 മുസ്ഹഫ് പള്ളിയിൽ പോയിട്ട് വഖഫ് ചെയ്താൽ അല്ലെങ്കിൽ ഹദിയ കൊടുത്താൽ ആരെങ്കിലുമൊക്കെ ഓതിയാൽ അതിൻ്റെ കൂലി കിട്ടുമല്ലോ. അങ്ങനെ ഈ 3 മുസ്ഹഫ് എടുത്തിട്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരാൾ എതിർദിശയിൽ നിന്ന് വരും. ഉസ്താദ് എടുത്തേക്കാ പള്ളിയിലേക്ക്. ഈ സമയത്ത് എന്താ പള്ളിയിൽ? ഉസ്താദിനെ കാണാനാ? അന്ന് പള്ളിയിൽ. കയ്യിലെന്താ? കയ്യിൽ മൂപ്പര് അറിയണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷെ മൂപ്പര് വീണ്ടും കൊണ്ട് ചോദിച്ചപ്പോൾ മുസ്ഹഫാണ്. എന്തിന്? പള്ളിയിൽ. അതെ, പള്ളിയിൽ മുസ്ഹഫിന് വല്ല കുറവുണ്ടോ? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക, ഞാൻ എന്താപ്പം ചെയ്യേണ്ടത്? എന്താപ്പം ചെയ്യേണ്ടത്? ഒരു വയൽ വെക്കുമ്പോൾ നാട്ടിൽ ഈ തിരുപ്പന്മാരുണ്ടാവും. ചില നാട്ടിൽ തുരപ്പന്മാരെന്ന് പറയും, സഹിക്കുക. എന്ത് വയൽ? ആർക്ക് വയൽ? ഇതൊന്നുമല്ല നമ്മളൊരു അജണ്ട. നമുക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടല്ല ദഅവത്ത് നടത്തേണ്ടത്. അബൂജഹലിലേക്ക് ഇസ്ലാമിക പ്രബോധനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുന്നത് ആരാണ്? അള്ളാഹ്ക്ക് അറിയില്ല അബൂജഹൽ മുസ്ലിം ആവില്ല അറിയാം. പിന്നെ മുത്തുനബി അടക്കമുള്ള ദാഇമാർ ചിന്തിക്കേണ്ടത് റിസൾട്ടല്ല, ഞാൻ പറഞ്ഞ പണി എടുത്താൽ മതി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിനെയും ഫറോവയിലേക്ക് ദഅവത്തിന് വേണ്ടി അയക്കുന്ന സമയത്ത് അള്ളാഹ് പറയുന്നുണ്ട്, ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഫിറഔനോട് സംസാരിച്ച് നോക്ക്, ലഅല്ലഹു ചങ്ങായി യസ്സക്ക, നന്നായാലോ. നന്നാവില്ല എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാം. ബട്ട് കമ്മിറ്റി ഭാരവാഹികൾ ആലോചിക്കേണ്ടത് നന്നാവോ ഇല്ലയോ എന്നുള്ളതല്ല, ചെയ്യേണ്ട പണിയെടുക്കണം. അങ്ങനെയാണ് കമ്മിറ്റി ഭാരവാഹികളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ മൂത്രച്ചോളിയിലെ പാട്ട ആടിനെ കെട്ടിയിടുന്ന മുതൽ കെട്ടിയിടലോ, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം 4 ഉളുഹിയത്തിൻ്റെ പോത്തിക്കൊല്ലം 5 എന്ന വിചാരമോ, അല്ലെങ്കിൽ മൂത്രച്ചോളിയിൽ തന്നെയുള്ള മൂത്രപ്പുരയിൽ തന്നെയുള്ള ചെരുപ്പ് ത്രികോണാകൃതിയിൽ മുറിക്കലോ അല്ല. പിന്നെ ഈ ഉമ്മത്തിനെ മുഴുവനും നന്നാക്കേണ്ട പണിയെടുക്കലാണ്. റിസൾട്ട് നോക്കാൻ നമ്മളോട് ആരോടും അള്ളാഹ് പറഞ്ഞിട്ടില്ല. പിന്നെ അള്ളാഹിൻ്റെ പണി നമ്മൾ എടുക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹ്ക്ക് എന്താ പണി? അത് അള്ളാഹ് ചെയ്തോളൂ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഞാൻ എന്തിനാ ഇത്രയും വിശദീകരിച്ചെന്ന് വെച്ചാൽ, നെഗറ്റീവ് നമ്മുടെ നാവിൽ നിന്ന് വീഴരുത്. ഒരുപാട് ആൾക്കാരുടെ ഹൈറ് മുടങ്ങും. അങ്ങനെ ആവരുത്. ഒരാളെയും നെഗറ്റീവ് പറയരുത്, പോസിറ്റീവ് മാത്രം പറഞ്ഞ് ശീലിക്കുക. മദ്രസയിലോ സ്കൂളിലോ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫാത്തിമ മോളോട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാറോ ഉസ്താദോ ടീച്ചറോ പോയിട്ട് ഫാത്തിൻ്റെ ഹാൻഡ് റൈറ്റ് അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞാൽ 2 കാര്യം അവിടെ സംഭവിക്കുന്നു. ഒന്ന്, ഈ ഫാത്തിമ എന്ന മോക്ക് ക്ലാസ് എടുക്കുന്ന ഉസ്താദിനോട്, ടീച്ചറോട്, സാറിനോട് ഒരു ഇഷ്ടം ഉണ്ടാവും. 2, ഈ കുട്ടി പേന ഒന്നുകൂടി ടൈറ്റിൽ പിടിച്ചിട്ട് എഴുത്ത് സ്റ്റൈല് കൂട്ടും. അതിൻ്റെ അടയാളാണ്, അതിലൂടെ ഉസ്താദ് സാറ് പോകുന്ന സമയത്ത് ഈ കുട്ടി നോട്ട് കുറച്ച് ഇങ്ങോട്ടേക്ക് ആയിട്ട് വെക്കും. നോക്ക് എഴുത്ത് സ്റ്റൈലില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മൾ നാട്ടിൽ തിരിച്ചാണ് പറയാം. ഒരു മത്സരത്തിന് 3rd കിട്ടിയ ഒരു കുട്ടി ആവേശത്തോടെ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് വരുമ്പോൾ 3rd കിട്ടീന് പാട്ടിന് അല്ലെങ്കിൽ പ്രസംഗത്തിന് എന്ന് പറഞ്ഞാൽ ആകെ 3 ആളെ ഉണ്ടായിട്ടുണ്ടാവും മത്സരത്തിന് എന്ന് പറഞ്ഞിട്ട് അവനൊക്കെ ഒന്ന് കൊഴിച്ചു മൂടും. 50ൽ 40 വാങ്ങിയ മാർക്കുള്ള ഒരു കുട്ടീനോട് ബാക്കി 10 എടുത്തോ എന്ന് ചോദിക്കുന്ന ഉമ്മ മിക്കവാറും 3 തോറ്റതായിരിക്കും. ഈ ചോദ്യമൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയ 40നെ കുറിച്ച് ആലോചിക്കുക. അങ്ങനെ ഇതാണ് നമ്മളുടെ ഒരു സ്വഭാവമായിട്ട്. ഇതിൽ അനുജനോ ചെറുപ്പക്കാരോടാണ് ചോദ്യം കേട്ടോ.
ഇതിൽ അനുജനോ അനുജത്തിയോ ഉള്ളൊരു റൈസ് ദെയർ ഹാൻഡ്സ്. അനുജൻ അല്ലെങ്കിൽ അനുജത്തി, ഇത്രയൊക്കെ ഉള്ളൂ. ശരിക്ക് കൈവെക്ക്, ശരിക്ക് കൈവെക്ക്. അനുജൻ അനുജത്തി ഉള്ളൊരു കൈവെക്കാൻ. കൈ താഴ്ത്താനായിട്ടില്ല. ഇതുവരെ അവരെ അടിച്ചിട്ടില്ല, നുള്ളിയില്ല, കുത്തിയില്ല, ചവിട്ടിയില്ല എന്ന് പറയുന്നവർ താഴ്ത്തുക. ഓക്കെ. അപ്പോൾ ഭീകരവാദികളെ കുറേ കാലമായിട്ട് പരുതുകയാണ്. എന്തിനാണ് നമ്മൾ ആ കുട്ടികളെ അടിക്കണത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അടിക്കുന്ന കാലത്ത് ഈ മോതിരത്തിൻ്റെ അപ്പുറത്തുള്ള വിരൽ ഒഴിവാക്കിയാൽ ഈ ഉള്ളം കൈയിൻ്റെ ചെറിയ ഭാഗമൊക്കെ ആ കുട്ടികൾക്ക് കൈയായിട്ടുണ്ടാവുള്ളൂ. എങ്ങനെ നമുക്കൊക്കെ അടിക്കാനൊക്കെ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഇപ്പോൾ അടുത്തൊരു കുട്ടി മരിച്ചു. എങ്ങനെ മരിക്കുന്നത് വെച്ചാൽ മദ്രസയിൽ നിന്ന് വിട്ട് വരുമ്പോൾ ടിപ്പർ ലോറി ഇടിച്ചിട്ടാണ് ഈ സൈക്കിൾ വന്ന് വീണിട്ട് ആ കുട്ടി മരിക്കണത്. ആ കുട്ടി മരിക്കണ സമയത്ത് ഈ കുട്ടീൻ്റെ വിരലിന് കൗണ്ടറുണ്ട്. സ്വലാത്ത് നല്ലോണം ചൊല്ലിട മോന. വയസ്സ് 10. മദ്രസ 4ാം ക്ലാസ് 5ാം ക്ലാസ് റേഞ്ചാണ്. 10 വയസ്സാകുമ്പോൾ വരിക. ഈ കുട്ടി റോഡിന് തലയിടിച്ച് വീണ ഉടൻ ആദ്യം പറഞ്ഞ വാക്ക്, ലാസ്റ്റോ അതന്നെ പറഞ്ഞത്. എന്താ വാക്കെന്നറിയോ? ഞാൻ വീണത് ഉമ്മാനോട് പറയല്ലേ, ഉമ്മാക്ക് ഞാൻ വീണെന്ന് പറഞ്ഞാൽ വിഷമാവും. ഈ കുട്ടീനെയാണ് വീട്ടിലേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് മയ്യത്തായിട്ട് കൊണ്ടുവരുന്നത്. ആ കുട്ടീൻ്റെ ഉമ്മ കരയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇന്നലെ എൻ്റെ മോന് എൻ്റെ കൂടെ കിടക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ 10 വയസ്സായാലും മാറ്റി കിടത്തണമല്ലോ. ഉമ്മ ഹാനിനല്ലോ ഉമ്മാൻ്റെ ഒന്നിച്ച് എന്നെ കിടത്തും, ഉമ്മ പ്ലീസ് ഉമ്മ ഇന്ന് മാത്രം. ആ ഉമ്മക്കിപ്പോൾ സംസാര ശേഷി നഷ്ടപ്പെട്ട പോലെ ആയിട്ടുള്ളത് മാസങ്ങളോളമായിട്ട്. ഈ നിഷ്കളങ്കരായ കുട്ടികളോടൊക്കെ നമ്മളെ സമീപനം എന്താണ്? പിന്നെ ചില ആൾക്കാർ ഈ പേരക്കുട്ടികളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, സ്വന്തം മക്കളെ അങ്ങനെ സ്നേഹിക്കുകയും ചെയ്യില്ല. ആരടുത്തു നിന്നാണ് അവർക്ക് ഈ സ്നേഹമൊക്കെ കിട്ടേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു ആശയച്ചുരുക്കം എന്ന് പറയുന്നത്, നമ്മൾ കുറേ കൂടി ഒരു നല്ല മനുഷ്യനാവുക, നല്ല സ്വഭാവം ഉണ്ടാവും. ആര് നമ്മളെ ദൂരത്തുനിന്ന് കണ്ടാലും നമ്മളെ കണ്ടാൽ ചിരിക്കാൻ തോന്നണം പിള്ളേർക്കൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചില പ്രായമുള്ളവരെ കാണുമ്പോൾ തന്നെ ഒരു തലവേദനയാണ്. എന്തെങ്കിലും ഇപ്പോൾ ഒരു കമൻ്റ് അടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പിള്ളേർ എന്നെ തന്ത വൈബ് എന്ന് പറഞ്ഞിട്ട് ട്രോളിയിട്ട് പറയണത്, ഒരു പേനയും പേപ്പറും ഉണ്ട്, എന്തെങ്കിലും അഭിപ്രായം കാർഡ് എഴുതി വെച്ചോളി, പന്തൽ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാമെന്ന് പറയും. കാരണം കുറ്റം മാത്രമേ അവർ കേൾക്കണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമ്മൾ ഈ കുറ്റപ്പെടുത്തുന്ന ജനറേഷനാണ് കൊറോണ കാലത്ത് സജീവമായിട്ട് ഫീൽഡിലുണ്ടായിരുന്നത്. നിപ്പ കാലത്ത് അവരെന്നെയായിരുന്നു സർവീസ് നടത്തിയിരുന്നത്. പ്രളയകാലത്ത് അവരെന്നെ ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ മരിച്ച ഈ പിള്ളേരെന്നെ ഖബർ ഒഴിക്കേണ്ടത്. എവിടെയോ ഒരു ലഹരി ഉപയോഗം ഉണ്ടെങ്കിൽ നാട് നീളെ അത് പറയുന്നതിന് പകരം നമ്മളെ കുട്ടികളെ അതൊന്നും ഉപയോഗിക്കാതിരിക്കാൻ നമുക്ക് ചേർത്തു പിടിക്കാനുള്ള ഒരു രസതന്ത്രം നമ്മളിലുണ്ടാവും. അതുകൊണ്ടല്ലേ നമ്മുടെ കുട്ടികൾ ഒരു തെറ്റ് ചെയ്യുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആദ്യം കണ്ടില്ല എന്ന് തോന്നിപ്പിക്കണം എന്നാ ഇസ്ലാം പറയണത്. കണ്ടിട്ടില്ല, വീണ്ടും ചെയ്താൽ അത് ആവർത്തിച്ചാൽ സോഫ്റ്റ് ആയിട്ട് തിരുത്തി കൊടുക്കുക. തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നമ്മളുടെ കയ്യിൽ ജാഗ്രത ഉണ്ടാവുകയും ആ തെറ്റ് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഗസാലി ഇമാം റഹിമഹുല്ലാഹിയിൽ എഴുതി വെച്ചതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ളുഹ്റിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മളെ ഇളയ മോന് ഫൈസലിനെ കാണുന്നില്ല. അങ്ങനെ പോയി നോക്കുമ്പോൾ അടുക്കളൻ്റെ വേക്കിൽ നിന്നുള്ള ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ പുക വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച്, ഇത്രയും 15,000 ചിലവാക്കിയിട്ട് പുകയില്ലാത്ത അടുപ്പ് സംവിധാനിച്ചിട്ട് ഇവിടെ നിന്ന് എന്താ പുക വരുന്നത്? നോക്കുമ്പോൾ നമ്മളെ ചെറിയ മോനെ 7ാം ക്ലാസ്സുകാരൻ സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ അവനെ കൈയോടെ പിടിച്ചു. ഉസ്താദിൻ്റെ മുമ്പിൽ ഭയങ്കര സൂഫി, ഇങ്ങോട്ട് വാടാ, ഇപ്പം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഇങ്ങോട്ട് വാ. അപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എന്താ ഇനി വലിക്കോ, ഉറപ്പാ, വാക്ക് എന്താ? ഇനി ബാക്കിയുള്ള ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയാം, ഇനി മരണം വരെ ആ തെറ്റോ ഒരാളോട് പോലും പറയാൻ പാടില്ല. പക്ഷെ നമ്മളെ നാട്ടിലെങ്ങനെയാ വെച്ചാൽ അവൻ്റെ ഉസ്താദോ സുഹൃത്തുക്കളോ വീട്ടിലോ മറ്റോ വന്നാൽ, ഫൈസൽ എന്തിനോ എന്നെ ഉസ്താദ് വിളിക്കുന്ന, ഓക്കെ, മറ്റേത് പറയണ, ഏത്? നമ്മളെ നാട്ടിലൊരു സിസ്റ്റം. അതുകൊണ്ടാണ് ഖുർആനിലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വമൻ അഫ, നമ്മൾ ഒരാൾക്ക് മാപ്പ് കൊടുത്താൽ അതിന് അള്ളാഹു വലിയ കൂലി തരും എന്ന് പറയുന്നതിൻ്റെ തൊട്ടുമുമ്പ് എന്താ ഒരു കണ്ടീഷൻ പറഞ്ഞെന്നറിയോ? വാസുലഹ, മാപ്പ് കൊടുത്തതിൻ്റെ പേരിൽ അയാളെ ക്രൂരമായി പീഡിപ്പിക്കരുത്.
മാപ്പ് കൊടുത്തിനെന്ന് ഇങ്ങനെ പറഞ്ഞുകൊടുക്കാനും പാടില്ല. വമന്നഫ, ഒരാൾക്ക് നമ്മൾ മാപ്പ് കൊടുത്തു. വാസ്ലഹ, ആ മാപ്പ് കൊടുത്തതിൻ്റെ മേലെ അയാളെ പീഡിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് മറ്റേത് പറയാത്തോണ്ടോ പിന്നെ ഇതിനെ മാപ്പ് കൊടുത്തതെന്ന് ആദ്യം പറഞ്ഞേ. ഒന്നാമത്തെ ഒരു ആശങ്ക എന്ന് പറയുന്നത് നമ്മൾ ശരിയാണ്, ബാക്കി കുറേ ആൾ ശരിയില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും സംവിധാനിക്കപ്പെടുന്നത്. അതിൽ നിന്ന് മാറി നമുക്ക് കുറേ കുറവുകളുണ്ടെന്ന് നമുക്ക് തന്നെ തോന്നുകയും അത് ശരിയാക്കാനുള്ള ഒരു തത്രപ്പാട് നമ്മളിൽ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതാണ് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് സ്വഭാവത്തെ ശരിപ്പെടുത്തുക. മൂന്നാമത്തൊരു കാര്യം, നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. കാരണം അതിന് ഷർത്തുണ്ട്. വുളു വേണം, ഖിബിലക്ക് മുന്നിടണം, അങ്ങനെ പല ഷർത്തുകളുണ്ട്. അതേസമയത്ത് ഒരു തെറ്റ് സ്വീകരിക്കാൻ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. ഞാൻ ആ പെണ്ണിനെ നോക്കിയത് നീയത്ത് വെക്കാതെ ആയിരുന്നു, അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ ആ പെണ്ണിനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഇഖ്ലാസ് ഇല്ലായിരുന്നു, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ചെയ്ത മുഴുവൻ തെറ്റും സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത മുഴുവൻ തെറ്റും സ്വീകരിച്ചിട്ടുണ്ട്. ചെയ്ത ഒരു നന്മയും സ്വീകരിച്ചോ ഇല്ലയോ നമുക്കറിയില്ല, ഉറപ്പില്ല. ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് തെറ്റ് ചെയ്യുക? തെറ്റ് ചെയ്താൽ നമുക്കുള്ള ഒരു വിചാരം എന്താണെന്ന് വെച്ചാൽ തൗബ ചെയ്യാലോ. തൗബ സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? തൗബ സ്വീകരിക്കലൊക്കെ അടുക്കട്ടെ, തൗബ ചെയ്യാനുള്ള തൗഫീഖ് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അതും അടുക്കട്ടെ, തൗബ ചെയ്യണമെന്ന് തോന്നുന്നതിന് മുമ്പ് മരിച്ചാലോ? എത്ര ആളുടെ അങ്ങനെ മരിച്ചത്? യമൂത്തുൽ മർഉ അലാ മാ ആഷ്ന. ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മരിക്കുക. എൻ്റെ നാട്ടിൽ നെരിക്കോട് ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരു മഹാനുണ്ട് തളിപ്പറമ്പിൽ. ആ മഹാൻ എങ്ങനെ മരണപ്പെടുന്നതെന്നറിയാം. ജലാലിയ റാത്തീബിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ മുഅ്മിനീങ്ങളുടെ സഭയിൽ റമളാനിൽ ദിക്റിൻ്റെ സഭയിൽ വെച്ചിട്ടാണ് വഫാത്താവുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ മരിക്കുമ്പോൾ മരിക്കുന്ന ആൾക്ക് നാട്ടുകാർ ദിക്ർ ചൊല്ലി കൊടുക്കലല്ലേ, ഇത് നാട്ടുകാർക്ക് മൊത്തം ദിക്ർ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തിട്ട് ഓറ് പോവുകയാണ്. ഇത് ഷാഫി ഇമാമിൻ്റെ കാലക്കാരനൊന്നുമല്ല, ഇപ്പം അടുത്ത് വഫാത്തായതാണ്. കണ്ടകള് ഇതേ നാട്ടിൽ തന്നെയുള്ള വേറൊരു സൈഡിൽ നിന്നുള്ളൊരു അനുഭവം പറയാം. ഒരു ഉസ്താദിനെ ഒരു ഉപ്പാപ്പ വിളിച്ചിട്ട്, ഉസ്താദ് ഒന്ന് എൻ്റെ വീട്ടിൽ വരുമോ, എൻ്റെ മകളെ കുട്ടീനെ മന്ത്രിക്കാമെന്ന് പറഞ്ഞു. മകളെ കുട്ടീന്ന് അങ്ങനെ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഈ ഭാര്യ വീട്ടിലാണ് താമസം ഉണ്ടാവുക, ആണ് മകളെ കുട്ടീനെ മന്ത്രിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദിൻ്റെ ഒരു വിചാരം ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്, ചെറിയൊരു കുഞ്ഞനായിരിക്കും. നോക്കുമ്പോൾ ഡിഗ്രി പ്രായത്തിലുള്ള മോന. അപ്പോൾ ആ കുട്ടീനെ മന്ത്രിക്കാൻ വേണ്ടി ഉസ്താദ് പോയപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ഓവറായിട്ട് ഇങ്ങനെ ഉമിനീര് പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. അതിന് അത്ര നല്ല ലക്ഷണമായിട്ട് തോന്നിയില്ല. അത് നല്ല മരണമാണെങ്കിൽ ഒന്നിക്ക് നെറ്റിന്ന് വിയർപ്പ് വരും, അല്ലെങ്കിൽ കണ്ണെന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ മുട്ടി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മൂക്കിൻ്റെ ദ്വാരം കുറച്ച് വീർത്ത് വരാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. അതിന് അത്ര നല്ല മരണമായിട്ട് തോന്നിയില്ല. പക്ഷെ ഡയറക്റ്റ് അത് പറഞ്ഞാൽ വീട്ടുകാർക്ക് വിഷമാവുമല്ലോ. ഈ കുട്ടി മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഈ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് വെളുത്ത തൊലിയുള്ള ഈ കുട്ടിയുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് 2 കറുത്ത വര കണ്ടു. അത്ഭുതമായിപ്പോയി. ഇതെന്താ സംഭവം? നോക്കുമ്പോൾ ഹെഡ്സെറ്റാണ്, ഇയർഫോണാണ്, ബ്ലൂടൂത്ത് അല്ല, വയറുള്ളത്. മാറ്റി നോക്കുമ്പോൾ ഇവൻ ഫോൺ ഇവിടെ തിരികെ വെച്ചിട്ട് സിനിമാ പാട്ട് ഇങ്ങനെ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അസ്രായിൽ വന്നിട്ട് മൂപ്പര ഓഫാക്കിയിട്ട് പോയിട്ടുണ്ട്. പാട്ട് ഓഫാക്കാൻ വേറൊരാൾ വേണ്ടി വന്നു. യമൂത്തുൽ മർഉ അലാ മാ ആശ അലൈഹി. ജീവിതത്തിൽ എന്താണോ കൂടുതൽ ചെയ്തത് അത് ചെയ്യുമ്പോൾ ആണ് നമ്മളെ മരണം ഉണ്ടാവുക. അവസാന കാലമാകുമ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള സംഗതി എന്താണെന്നറിയോ? വീടെടുക്കലും കോഴ്സ് നേടിയെടുക്കലും മക്കളെ പോറ്റലൊന്നും അല്ല. പിന്നെന്താ പറയുക, ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഈമാനോടെ മരിച്ചു കിട്ടലാണ്.
ഈമാനോടെ മരിച്ചിട്ടല്ല. അതിനേക്കാൾ വലിയ ഒരു റിസ്ക് ലോകത്തില്ല. മഹ്ശറയിൽ 120 സ്വഫാണ് ഉണ്ടാവുക ടോട്ടല്. അതിൽ 117 സ്വഫ് നരകത്തിലാണ്. ഈ 3 സ്വഫ് സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞാൽ 1,50,000 പ്ലസ് സ്വഹാബത്തിന് ഉണ്ടായില്. അഹ്ലുബൈത്ത്, തങ്ങന്മാർ, ഔലിയാക്കൾ. ഇതിൽ തിരികെ കയറാൻ എത്ര റിസ്ക് ഉണ്ട്. ജനിച്ച മുതൽ മരിക്കണവരെ നന്മകൾ ചെയ്താൽ തന്നെ നമുക്ക് ആഖിറത്തിൽ ജയിക്കോ ഇല്ലയോ എന്ന് പേടിയാണ്. അതിൻ്റെ അടുക്കല്ലേ ഈ തെറ്റുകുറ്റങ്ങൾ, അതിൻ്റെ അടുക്കല്ലേ ഈ ഹറാമുകൾ. ബഗ്ദാദിലെ ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടപ്പോൾ നബി തങ്ങളോട് ചോദിച്ചല്ലോ, മാ ഗയ്യറ ലൗനുക്, തങ്ങളെന്താ മുഖമൊക്കെ ഒന്ന് മാറിയ പോലെ, ഒരു ടെൻഷൻ പോലെ മുഖത്തൊരു ഫീലിങ്. ഇന്നലെ 1700 ആൾ മരണപ്പെട്ടിട്ടുണ്ട്. ഈ 1700 ആളെയും മുസ്ലിം പള്ളിക്കാട്ടിൽ തന്നെയാണ് ഖബറടക്കപ്പെട്ടത്. ഈ 1700 ആളുടെ പേരിലും മുസ്ലിമീങ്ങൾ, മൂമിനീങ്ങൾ മയ്യത്ത് സ്കരിച്ചിട്ടുണ്ട്. അല്ല നബിയെ, തങ്ങൾക്കെന്തോ ടെൻഷൻ ഉണ്ടല്ലോ, അതെന്താണ് കാരണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, ഇന്നലെ 1700 ആൾ മരിച്ചു. അവരെല്ലാവരെയും മുസ്ലിം പള്ളിക്കാട്ടിൽ ഖബറടക്കപ്പെട്ടു. അവർക്കൊക്കെ മയ്യത്ത് സ്കാരം നടന്നു. ബട്ട് 2 ആളെ ഈമാനോടെ മരിച്ചിട്ടുള്ളൂ. ഇതാണ് അവസാന കാലത്തെ റേഷ്യോ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈമാൻ തെറ്റിപ്പോകുന്നത്? രഹസ്യ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളാണ് ഒരാളുടെ ഈമാൻ തെറ്റാനുള്ള കാരണം. പുറത്തറിഞ്ഞാൽ വഷളാവുന്ന തെറ്റ് രഹസ്യ ജീവിതത്തിലുണ്ടെങ്കിൽ അയാൾക്ക് നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടൂല എന്നാണ് ഷെഹറാനി ഇമാം എഴുതി വെക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയ ജീവിതം. നമ്മൾ മരിച്ചിട്ട് മിഹ്റാബിൻ്റെ അടുത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കിടത്തിയിട്ട് മുസ്ലിമാണ് എന്ന് പാവങ്ങളായ വയസ്സായ ഉസ്താമാരും ഉപ്പാപ്പന്മാരും ഈ ചങ്ങായി മുസ്ലിം ആയിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചിട്ട് മയ്യത്ത് സ്കരിക്കേണ്ട അവസ്ഥ വരരുത്. ഓ മുസ്ലിം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പള്ളിക്കാട്ടിൽ ഖബറടക്കേണ്ട അവസ്ഥ വരരുത്. നമ്മൾ മുസ്ലിമായിട്ട് തന്നെ മരിച്ചു കൊടുക്കണം. അതിന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറിയിരിക്കണം. അൽ ഇസ്റാറു അല മൻഹീൻ അൻഹു, ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ കാണാം, തെറ്റുകുറ്റങ്ങളിൽ സ്ഥിരമായി കുമിഞ്ഞുകൂടുക എന്ന് പറയണത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ രാത്രി ഇശാനസ്കാരമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് എത്തി, കല്യാണം കഴിക്കാത്തൊരു പയ്യൻ റൂമിലെത്തിയാൽ എന്തപ്പം ഈ മോന് ഫോണിൽ കാണുന്നത് ഇത്രയും സമയം? അങ്ങനെ സ്ഥിരം ഹറാമ് ചെയ്താൽ ഈമാനില്ലാതെ മരിച്ചു എന്നല്ലേ കിതാബ് പറയണത്, അല്ലേ? അപ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാവണ്ടേ? അള്ള പറയുന്നുണ്ട്, ലാത്തക്കൂനി അഹ്വനൻ നാളിരീൻ, നീ നിന്നെ കാണുന്നവരിൽ ഏറ്റവും ലോക്കലായിട്ട് എന്നെ കാണരുത്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉമ്മ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോണിൽ നിന്ന് അശ്ലീലം കാണുമോ? ഹറാമ് കാണുമോ? ഇല്ല. ഉപ്പുണ്ടെങ്കിലോ? ഇല്ല. ഉപ്പാപ്പുണ്ടെങ്കിലോ? ഇല്ല. ഉമ്മാമുണ്ടെങ്കിലോ? ഇല്ല. ഉസ്താദ് ഉണ്ടെങ്കിൽ കാണോ? ഇല്ല. അനുജനോ ജ്യേഷ്ഠനോ ഉണ്ടെങ്കിൽ കാണോ? ഇല്ല. സുഹൃത്തുണ്ടെങ്കിലോ? ഇല്ല. ഏറ്റവും ചെറിയൊരു മോളുണ്ട്, ഫാത്തി, നിന്റെ ജ്യേഷ്ഠത്തിൻ്റെ കുട്ടി, ഓളുണ്ടെങ്കിൽ കാണോ? ഇല്ല. നിന്റെ ഏറ്റവും ചെറിയ അനുജനുണ്ട്, 3 വയസ്സ്, ആ കുട്ടി ഉണ്ടെങ്കിൽ കാണോ? ഇല്ല. ആരും ഇല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കാണും. അതെന്തേ? അതാണ് അള്ള പറയും, ആ ഉപ്പാപ്പൻ്റെ വിലയൊന്നും എനിക്ക് തരുന്നില്ലെങ്കിൽ ആ 3 വയസ്സുള്ള ചോട്ടൻ്റെ വിലയെങ്കിലും തന്നൂടെ. എന്താണ്? ഭയങ്കര ഹദീസാണ്. നിന്നെ നോക്കുന്നവരിൽ ഏറ്റവും ലോക്കലാക്കല്ലേ മോനെ. എന്തൊരു ഹദീസാണത്! എങ്ങനെ കൂട്ടുകാരെ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുക? അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്തിന്? എന്തിനാ ഈ വാശി തീർക്കുന്ന മാതിരി ചില പിള്ളേർ ബുള്ളറ്റെല്ലാം എടുത്ത് വിടുന്ന കാണുമ്പോൾ എന്താടാ മോനെ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട്? എന്തിനാ പൊന്നെ നീ ഇങ്ങനെ മുടി വെച്ചത്? ആർക്ക് വേണ്ടിയിട്ട്? ഇന്നല്ലെങ്കിൽ നാളെ വല്ല അപകടത്തിലും മരിച്ചാൽ നേരെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ എന്താ ആക്കല്? പൊന്തിക്കല? എന്താ പാക്കല്? അപ്പം നമുക്ക് തെറ്റില്ലാത്ത ജീവിതം ഉണ്ടാവും. ഞാനതിന് 2 പാർട്ട് ഒന്ന് ജസ്റ്റ് ഗ്ലാൻസ് സെറ്റ് ചെയ്ത് പോയി സ്റ്റോപ്പ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. 4-മത്തത്, പ്രതീക്ഷയുള്ള ഇബാദത്തുകൾ നമുക്കുണ്ടാവണം.
അങ്ങനെ പറഞ്ഞാൽ ഈ ളുഹറിന് ശേഷമുള്ള മുമ്പുള്ള സുന്നത്ത് നിസ്കാരമൊക്കെ എത്ര കാലം നമ്മൾ വയസ്സന്മാർക്ക് വിട്ടുകൊടുക്കുക? എത്ര കാലം ഇത് അവർക്ക് വിട്ടുകൊടുക്കുക? ഖുർആനിലെ തബാറക്കയും വാഖിയ സൂറത്തൊക്കെ എത്ര കാലം ഉമ്മാമക്ക് വിട്ടുകൊടുക്കുക? അതൊക്കെ ഉമ്മാമക്ക് കൊടുക്കുക. എത്ര കാലം? പശു ഏറ്റവും കൂടുതൽ പാല് തരത്ത് അതിൻ്റെ യുവത്വ കാലത്താണ്. തെങ്ങ് ഏറ്റവും കൂടുതൽ തേങ്ങ തരത്ത് അതിൻ്റെ യുവത്വ കാലത്താണ്. നമ്മളെ നാട്ടിലെ പള്ളിയിൽ സുബീക്കുള്ളത് വയസ്സന്മാർവാണ്. എത്ര കാലം ഇവർക്ക് വിട്ടുകൊടുക്കും? അത് പറയും. എത്ര കാലം വിട്ടുകൊടുക്കും? എത്ര കാലം വിട്ടുകൊടുക്കുക? നമ്മളെ കയ്യിൽ പ്രതീക്ഷയുള്ള ഇബാദത്തുകൾ ഉണ്ടാവണം. നമ്മളല്ലേ ശരിക്കും കുറേ ഇബാദത്ത് ചെയ്യേണ്ടവർ. സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു 100 വയസ്സിനടുത്ത് ജീവിച്ച മഹാനാണ്. ഒരു സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ ആടിപ്പോകുന്നുണ്ട്, വയസ്സായിട്ട് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്. സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യനായ ഷെഹറാൻ ഇമാം റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, വലൈക്കും സലാം, സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യനായ ഷെഹറാൻ ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉസ്താദിന് നല്ല പ്രായമായില്ലേ, ഈ പ്രായമായിട്ടും എന്താണ് ഈ റിസ്ക് എടുത്തിട്ട് നിന്നിട്ട് തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നത്? സുന്നത്ത് നിസ്കാരം വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം എന്നും നിയമമുണ്ടല്ലോ. അതിന് സക്കരിയ അൻസ്വാരി റളിയല്ലാഹുവിൻ്റെ മറുപടി എന്താ വെച്ചാൽ, നിയമമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ആഖിറത്തിലെത്തിയാൽ എൻ്റെ ഏട് എൻ്റെ കയ്യിൽ തന്നിട്ട് വായിക്കാൻ വേണ്ടി പറയുമ്പോൾ ലാസ്റ്റ് ഭാഗത്തുള്ള പേജുകളിൽ സ്വല്ല സക്കരിയ ഖായിദൻ, സക്കരിയ ഇരുന്ന് നിസ്കരിച്ചു എന്ന് ഞാൻ തന്നെ വായിക്കേണ്ടി വരൂലേ? അതിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ ഒരു നാണക്കട. അള്ളാഹിൻ്റെ മുമ്പിൽ ഞാൻ ഇരുന്ന് നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വയസ്സ് 100 പണ്ഡിതൻ്റെ വർത്താനം നോക്കി നിങ്ങൾ. അപ്പോൾ ഈ സുന്നത്ത് നിസ്കാരമൊക്കെ വയസ്സന്മാർക്ക് വിട്ടുകൊടുക്കണത് നിർത്തുക. നമുക്കും കൂടി ഉണ്ടാവണം. ഒരൊറ്റ നിസ്കാരവും ഖളാഊല എന്ന് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇനിയും സെഷനുകൾ ഇവിടെ നടക്കാനുണ്ട്. ഞാൻ എൻ്റെ സംസാരം വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.